അങ്ങനെയല്ല. ഗ്രഹത്തിനൊക്കെ ജാതകം നോക്കി കഴിഞ്ഞിട്ട് ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിൽക്കുന്നു. ഉച്ചഫലം നമുക്ക് കിട്ടുന്നില്ല. ഉച്ചഫലം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നവാംശം നോക്കുന്നു. അപ്പോൾ നമ്മൾ വ്യാഴത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിനെ ബുധനെ ഉച്ചരാശിയിൽ നിൽക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ നവാംശം നോക്കുന്ന സമയത്ത് ആ ഗ്രഹം നീചത്തിലാണെങ്കിൽ വിചാരിച്ച ഫലം കിട്ടില്ല. അപ്പോൾ നവാംശം നോക്കിയിട്ടാണ് കൺഫേം ചെയ്ത് പറയുന്നത്. ഗ്രഹത്തിലേൽ അല്ലെങ്കിൽ അതിൻ്റെ ബലം പൂർണ്ണമായിട്ടും നിശ്ചയിക്കുന്നത് ഇതാണ്. പിന്നെ നവാംശം വിവാഹത്തിൻ്റെ കാര്യത്തിൽ നോക്കുന്നൊരു ഇതുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. പിന്നെ ഈ ഭാവങ്ങൾ നമ്മൾ നേരത്തെ ഒരു ഭാവം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ 7 ചൊവ്വയാണ് എന്ന് പറഞ്ഞു. ഗ്രഹനിലയിൽ ഭാവങ്ങൾ എടുക്കുന്ന സമയത്ത് ചൊവ്വ അപ്പോൾ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഒരാൾ ജാതകം പൊരുത്തം നോക്കാൻ വരുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും. അപ്പോൾ പൊരുത്തം നോക്കി 7 ചൊവ്വയാണ് പറഞ്ഞ് ഏത് ജാതകം വന്നാലും ഞാൻ ഇയാളുടെ 7 ചൊവ്വയാണ്, മറ്റേ 7 ചൊവ്വയില്ല, വല്ല 8 ചൊവ്വയില്ല, ഒഴിവാക്കി വിടും. ഒരു ദിവസം ഞാനിവിടെ ഇല്ല. ആ സമയത്ത് ആൾ കൺസൾട്ട് ചെയ്യാൻ വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ അധ്യാപകരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു, ഞാനില്ല, ഞാൻ നോക്കട്ടെ. പുള്ളി നോക്കിയ സമയത്ത് പറഞ്ഞു, ആരാ പറഞ്ഞത് 7 ചൊവ്വയില്ലാന്ന്? ഈ ചൊവ്വ 6-ലാണ്. അപ്പോൾ അങ്ങനെ ആരെയും കണ്ടു നോക്കുന്ന സമയത്ത് ഭാവം എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ചൊവ്വ 7-ലില്ല. ചൊവ്വ ഭാവത്തിൽ 6-ലേക്ക് പോയി. അപ്പോൾ ചൊവ്വ ദോഷമില്ല. ഞാൻ ഈ ആളെ കാണുമ്പോൾ തന്നെ 7 ചൊവ്വയല്ലേ ഇതില്ല എന്ന് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ വേറൊരാൾ വരുന്ന സമയത്താണ്. ഇപ്പോൾ ചില ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പല കിട്ടിയില്ലെങ്കിലും ഒരാൾ മാറുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം കിട്ടും. അതിൻ്റെ കാരണം അതേ അപ്രോച്ച് ചെയ്ത് ഇത്രയും ദിവസം വന്നു ആയില്ല എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും. അപ്പോൾ പുള്ളി വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യും. ആ മെത്തേഡ് അപ്ലൈ ചെയ്ത് ഇദ്ദേഹം അപ്ലൈ ചെയ്തു. അപ്പോൾ ചൊവ്വ 7-ലല്ല, ഈ ജാതകം ചൊവ്വ 6-ലാണ്. ഈ ജാതകം നമുക്ക് യോജിപ്പിക്കാം എന്ന് പറഞ്ഞ് യോജിപ്പിച്ച് കല്യാണം നടക്കും. അപ്പം അങ്ങനെ അതാണ് നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കണം. പിന്നെ വ്യത്യസ്തമായി ചിന്തിക്കണമെങ്കിൽ നമുക്ക് ദൈവാധീനം കൂടി വേണം. എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒക്കെ നമ്മൾ ഒരു പുതിയൊരു സാധനം പറയുകയാണ്. അത് പ്രാക്ടിക്കലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാധീനം വേണം. പിന്നെ നമ്മളെ ഹാർഡ് വർക്ക് വേണം. പിന്നെ നമ്മളെ വർക്കോടുമായിട്ടുള്ള ആ കടപ്പാട് അത് വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. പലതും ജ്യോതിഷം പഠിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ അത്രത്തോളം ഇൻവോൾവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻവോൾവ് ആവുന്ന സംഗതിയാണ് കാര്യം ഭംഗിയായിട്ട് നടക്കും. അദ്ദേഹം സിനീഷ്യൻ എന്ന് പറയാം. നമ്മുടെ നേരത്തെ ബാച്ചിൽ പഠിച്ച ആളാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇപ്പോഴ് നമ്മൾ എന്നെ സഹായിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഇനി പരിചയപ്പെട്ട ബാക്കി പറഞ്ഞോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത് ആരാണെന്നൊക്കെ പറഞ്ഞു. പുതിയ സാറിൻ്റെ ഒരു 2 ബാച്ചിന് മുമ്പേ 2-3 ബാച്ചിന് മുമ്പേ ഇവിടെ പഠിച്ചതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അറിവ് അപ്ഡേറ്റ് ആക്കാൻ ഏറ്റവും നല്ല വഴി നിരന്തരമായിട്ട് ജ്യോതിഷം ക്ലാസ്സിന് വരിക എന്നാണ്. അപ്പം ഞാൻ ക്ലാസ്സിന് വരുമായിരുന്നു. എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടും പിന്നീട് ഞാൻ ക്ലാസ്സിന് വരും. ഇവിടെ ഇരിക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ ഇപ്പം സാറിന് വേണ്ടി ഞാൻ പറയുന്നു, സാറ് ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ആ രീതി. പേരെന്തായിരുന്നു? വിമൽ. എവിടെ സ്ഥലം? ഇളമക്കര. ശരി ശരി. നേരത്തെ ഉണ്ടായിരുന്നാണോ അവിടെ? അല്ല, പുതിയ ജോയിനാണോ? നേരത്തെ ഒരുപാട് പഠിച്ചതാണ്. ഓ, നമ്മളെക്കാളുള്ള അഡ്വാൻസ് പഠിച്ചതാണ്. പക്ഷെ പുള്ളി ഫീൽഡിൽ നിന്ന് വിട്ടു. ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ. ഓ ശരി ശരി. ഞാൻ പറഞ്ഞ രാവിലെ 10 മണിക്ക് വന്നാൽ നമുക്കൊരു ഓർഡറിലാക്കിയിട്ട് പിന്നെ ക്ലാസ് എന്ത് ചെയ്യണം സാറിന്? പഠിപ്പിക്കുന്നു. എവിടെ? കോമേഴ്സ് വീട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ട്. ശരി ശരി. അപ്പം സാറ് കഴിഞ്ഞ ആഴ്ച യോഗങ്ങളാണ് എടുത്തത് അല്ലേ? ശരി. യോഗങ്ങൾ നമ്മൾ വേറെ കുറേ യോഗങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച പൊരുത്തം പറയാമെന്ന് സാറ് പറഞ്ഞത്. അപ്പോൾ പൊരുത്തം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഗോചരമുണ്ട്, പിന്നെ മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനലൈസ് എങ്ങനെയാണ് ജാതകം പരിശോധിക്കുന്നത്. പൊരുത്തം വേണോ മറ്റേ ഗോചരം വേണോ? പൊരുത്തം എടുക്കാം സാറേ. പൊരുത്തം ഒരു ക്ലാസ് കൊണ്ട് തീരില്ല മിക്കവാറും. 2 ക്ലാസ് എടുക്കും മിക്കവാറും. ഞാൻ പറഞ്ഞ ഗോചരം ഒരു ക്ലാസ് കൊണ്ട് തീരും. അല്ല ഇതെന്താ? അല്ല മറ്റ് ചിലരില്ലല്ലോ. ഇല്ല. അപ്പം അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പൊരുത്തം ഒന്നും കൂടി ആദ്യം തൊട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. പൊരുത്തം എന്തായാലും 2 ക്ലാസ് പോകും. ഒരു ക്ലാസ് കൊണ്ട് തീരില്ല പൊരുത്തം. ഓക്കെ.
പിന്നെ അത് മാത്രമല്ല പൊരുത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് സാറിൻ്റെ കയ്യിൽ വന്ന ഏതെങ്കിലും 2 ചാർട്ടൊക്കെ തരും, നമുക്കൊന്ന് പൊരുത്തമൊക്കെ നോക്കാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് ഏറ്റവും അത്യാവശ്യം വരുന്നൊരു കാര്യമാണ് പൊരുത്തം. നമ്മൾ ജ്യോതിഷം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ വരാൻ പോകുന്നൊരു കാര്യം ജാതക പൊരുത്തം ഒന്ന് നോക്കുമെന്നും പറഞ്ഞിട്ടായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ജ്യോതിഷം എനിക്ക് ഉറച്ചറിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ട്. അത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവന്മാർ പിന്നെ സ്ഥിരം ജാതകം വെച്ചല്ല പരിപാടി, എന്നിട്ട് പൊരുത്തം നോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അപ്പോൾ പൊരുത്തം നോക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മുഹൂർത്തം ഒരു വിഷയമാണ്. ആളുകൾ കൂടുതലും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മുഹൂർത്തം. പല ആവശ്യങ്ങൾക്കായിട്ടുള്ള മുഹൂർത്തം നോക്കി തരാൻ പറയും. പൊരുത്തവും മുഹൂർത്തം അത്യാവശ്യമാണ്. പിന്നെയാണ് സാധാരണ കാര്യങ്ങൾ, എനിക്ക് ജോലി കിട്ടുന്ന കാര്യം, കല്യാണം എപ്പോൾ നടക്കും എന്നുള്ള കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇത് രണ്ടും നമ്മൾ കുറച്ച് എന്താ പറയുക നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല ഈ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പലർക്കും പൊരുത്തം നോക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. പലരും പൊരുത്തം നോക്കുന്നത് പഞ്ചാംഗം നിങ്ങളാരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ, ഇന്ന് കൊണ്ടുവരണമെന്ന് ഗ്രൂപ്പിലിടണമെന്ന് വിചാരിച്ചാണ്, മറന്നുപോയതാണ്. അപ്പോൾ ഈ പലരും ചെയ്യണത് പഞ്ചാംഗത്തിൽ നക്ഷത്ര പൊരുത്തം നോക്കും, എന്നിട്ട് ഉടനെ തന്നെ പറയും നിങ്ങൾക്ക് 10 ഇത്ര പൊരുത്തമുണ്ട്, വിവാഹം ആയിക്കോളൂ എന്ന് പറയും. പക്ഷേ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വിട്ടുപോകും. പാപസാമ്യവും ദശാസന്ധിയൊക്കെ വിട്ടുപോകും. ആ പൊരുത്തത്തിൻ്റെ എണ്ണം എടുക്കുമ്പോൾ രഞ്ജുവും വേദവും ചിലപ്പോൾ പരിഗണിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ ഇവർ ജാതകം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഡെഫിനറ്റായിട്ട് അത് വലിയ പ്രശ്നത്തിൽ അവസാനിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു ജ്യോതിഷിയുടെ അടുത്ത് പോകും. അപ്പോൾ ആ ജ്യോതിഷി ചോദിക്കും ഇത് ആരാ ഇത് കൂട്ടിച്ചേർത്തതെന്ന് ചോദിക്കും. അതാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ, അപ്പം നമുക്ക് പൊരുത്തം എടുക്കാം. ഞാൻ വായിക്കാം, സാറിന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, പൊരുത്തത്തിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ പലപ്പോഴും സ്ത്രീ ജാതകത്തിനാണ് കേട്ടോ. കാര്യം സ്ത്രീയാണ് ബേസ്, എല്ലാത്തിൻ്റെയും ബേസ് സ്ത്രീ എന്നാണ്. എല്ലാത്തിൻ്റെയും എല്ലാ ജീവികളും ഉണ്ടാകുന്നത് പോലും ആദ്യം സ്ത്രീ ആയിട്ടാണ്, പിന്നെയാണ് പുരുഷനായിട്ട് മാറുന്നത് പോലും. ഓക്കെ, അപ്പോൾ അധ്യായം 13 പേജ് നമ്പർ 70. ഓക്കെ, സ്ത്രീ ജാതകം. ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മിക്ക ഫലങ്ങളും സ്ത്രീ പുരുഷന്മാർക്ക് ഒരുപോലെ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ചില ഫലങ്ങൾ പുരുഷന്മാർക്ക് മാത്രം അനുഭവപ്പെടുന്നതുമാണ്. അവ സ്ത്രീകൾക്ക് പറയാവുന്നതല്ല. അത്തരം ഫലങ്ങൾക്കുള്ള യോഗങ്ങൾ സ്ത്രീകളുടെ ജാതകത്തിൽ കാണുന്നുവെങ്കിൽ അത് അവരുടെ ഭർത്താക്കന്മാരിൽ അനുഭവക്ഷമമായിരിക്കും. സ്ത്രീകൾക്ക് യോജിക്കാവുന്ന ഫലങ്ങൾ മാത്രമേ പറയാവൂ. സ്ത്രീകളുടെ 8ാം ഭാവം കൊണ്ട് ഭർത്തൃ മരണത്തെയും, സാറേ ആ ഭർത്തൃ മരണം എന്നുള്ള അതിൻ്റെ ആയുസ് നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു പദം അതാണ്. അതെ, 8ാം ഭാവം കൊണ്ട് ഭർത്താവിന്റെ ആയുസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഭർത്താവിന്റെ ആയുസിനെയും ഇങ്ങെന്ത് പറ്റി വൈകിപ്പോയി എന്താണ്? ഓ അതെ, അടച്ചോളൂ. അല്ലേ സാറിന് കിട്ടുന്നില്ലേ? നമ്മൾ സ്ത്രീജാതകം എന്നുള്ള അധ്യായം 13 പേജ് നമ്പർ 70 അതാണ് എടുക്കുന്നത് കേട്ടോ. വായിച്ചു പോവുകയാണ്. ഓക്കെ, സ്ത്രീകൾക്ക് യോജിക്കാവുന്ന ഫലങ്ങൾ മാത്രമേ പറയാവൂ. സ്ത്രീകളുടെ 8ാം ഭാവം കൊണ്ട് ഭർത്താവിൻ്റെ ആയുസിനെയും, ലഗ്നം, ചന്ദ്രസ്ഥിതി എന്നിവ കൊണ്ട് ശാരീരിക അവസ്ഥയെയും, 7ാം ഭാവം കൊണ്ട് ഭർത്താവിൻ്റെ ഗുണദോഷങ്ങളെയും, 5ാം ഭാവം കൊണ്ട് പ്രസവം, ഗർഭാശയം, 9ാം ഭാവം കൊണ്ട് സൗന്ദര്യവും പുത്രസമ്പത്തും ചിന്തിക്കണം. ഭാവം, ഭാവാധിപൻ, കാരകൻ എന്നിവയുടെ ഫലനിർണ്ണയത്തിന് ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു മിനിറ്റ്, നമ്മൾ സാധാരണയായിട്ട് ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് സ്ത്രീയാണ് ബേസായിട്ട് എടുക്കുന്നത്. ഏത് കാര്യത്തിനും സ്ത്രീയാണ് ബേസ്. ഈ സ്ത്രീക്ക് യോജിക്കുന്ന ഭർത്താവിന് ആ പാർട്ണറെയാണോ എന്നാണ് നോക്കുന്നത്, അല്ല പുരുഷന് യോജിക്കുന്ന സ്ത്രീയാണോന്നല്ല, സ്ത്രീയാണ് ബേസ്. അപ്പോൾ പൊരുത്തങ്ങൾ മുഴുവൻ നോക്കുന്നത് സ്ത്രീനെ ബേസ് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത്.
സ്ഥല പരിമിതി ഇതില്ല, കുഴപ്പമില്ല. ഈ എന്താ സ്ത്രീ ജാതകം, അതായത് പൊരുത്തങ്ങൾ. അപ്പോൾ പൊരുത്തങ്ങൾ നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത് സ്ത്രീക്ക് പറ്റുന്ന പുരുഷനാണെന്ന് നോക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ നക്ഷത്രം, സ്ത്രീയുടെ കൂറ്, അത് ബേസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്ത്രീക്ക് പറ്റുന്ന പുരുഷനാണെങ്കിൽ മാത്രമേ ഉള്ളൂ. സ്ത്രീയുടെ 7 എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പറ്റി, 8 എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആയുസ്സിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പിന്നെ ലഗ്നം 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിൽ പാപഗ്രഹം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ലഗ്നം 2, 4, 7, 8, 12 ലഗ്നം 1-ാം ഭാവമായി എടുത്തിട്ട് ലഗ്നം 2 എഴുതിക്കോളാം. ലഗ്നം 2, 4, 7, 8, 12 ഈ ഭാവങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പാപഗ്രഹങ്ങൾ നിൽക്കുന്നത്. പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? എഴുതിക്കോളൂ ഏറ്റവും പതുക്കെ മതി. ലഗ്നം 2, 4, 7, 8, 12 ഇത് ലഗ്നം 1-ാം ഭാവമായിട്ട് എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ ചന്ദ്രനെ ലഗ്നമാക്കി എടുത്തിട്ട് അത് 1, 2, 4, 7, 8, 12 ആദ്യം ലഗ്നത്തിനെ 1 ആക്കി എടുത്തിട്ട് 1, 2, 4, 7, 8, 12 പിന്നെ ചന്ദ്രനെ ലഗ്നമാക്കി എടുത്തിട്ട് 1, 2, 4, 7, 8, 12 പിന്നെ ശുക്രനെ ലഗ്നമാക്കി എടുത്തിട്ട് 1, 4 ശുക്രൻ 1 ആക്കി എടുക്കുക, ചന്ദ്രൻ 1 ആക്കി എടുക്കുക, ലഗ്നം 1 ആക്കി എടുക്കുക. അതേപോലെ 1, 2, 4, 7, 8, 12 പാപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൂര്യൻ, കുജൻ, പിന്നെ രാഹു, പിന്നെ മന്ദൻ 4 ആണ് പാപഗ്രഹങ്ങൾ. കേതുവിനെ ഒറ്റയ്ക്ക് നിന്നാൽ പാപഗ്രഹമായിട്ട് എടുക്കാറില്ല. പക്ഷേ കേതു ഒരു പാപഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതൊരു മഹാഭാവിയായിട്ട് വരും. കേതു ഒരു പാപഗ്രഹമാണ്. പക്ഷേ എങ്കിലും കേതു സ്വന്തമായി നിന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മളത്ര പരിഗണിക്കുന്നില്ല. സർപ്പത്തിൻ്റെ പാല് എന്നുള്ള ആ ലെവലിലാണ്. പക്ഷേ കേതു ചൊവ്വയുടെ കൂടെ നിന്നാലോ വലിയ ഇഷ്യൂ ആയി. കേതു സൂര്യൻ്റെ കൂടെ നിന്നാലോ, കേതു ഏത് പാപഗ്രഹത്തിൻ്റെ കൂടെ നിന്നാലോ ആ പാപത്തിന് കൂടാവും. അപ്പോൾ നമ്മൾ പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞോളൂ? സൂര്യൻ, കുജൻ, രാഹു, ശനി ഇതാണ് പാപഗ്രഹങ്ങൾ. കേതു പാപഗ്രഹങ്ങളുടെ കൂടെ ഈ ഭാവങ്ങളിൽ നിന്നാൽ അത് മഹാഭാവിയായിട്ട് വരും. ഇതിനാണ് നമ്മൾ പാപസാമ്യം പറയുന്നത്. സ്ത്രീയുടെ ജാതകത്തിൽ ഉള്ള ഗ്രഹങ്ങളെ നോക്കിയിട്ട് പുരുഷൻ്റെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളെ നോക്കിയിട്ട് സ്ത്രീയുടെ ജാതകത്തിലുള്ള പാപത്വം എത്രയുണ്ട്, പുരുഷന് എത്രയുണ്ട്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യ പാപത്വമാകും. 2 പാവം സ്ത്രീക്കുണ്ടെങ്കിൽ 2 പാവം പുരുഷൻ. പുരുഷന് ഒരു പാവം കൂടാം, പുരുഷനൊരു 3 പാവം, സ്ത്രീക്കൊരു 2 പാവം. സ്ത്രീക്കൊരു പാവം കുറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും സ്ത്രീക്ക് പാവത്വം കൂടാൻ പാടില്ല. സ്ത്രീക്ക് പാവത്വം കൂടിയാൽ എന്താ പറയുക? ഭർത്തൃവിയോഗം, അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാം ഇല്ലേ? അപ്പം ഭർത്തൃവിയോഗമൊക്കെ സംഭവിക്കാൻ പോയില്ലേ, 2 പേർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് സ്ത്രീക്ക് ഒരിക്കലും പാവത്വം കൂടാൻ പാടില്ല. പുരുഷന് ഒരു പാവം വരെ കൂടാം. പിന്നെ നക്ഷത്രപ്പൊരുത്താണ്. ഇതിപ്പോൾ ക്ലാസ്സിൽ വരും. അപ്പോൾ ക്ലാസ്സിൽ നക്ഷത്രപ്പൊരുത്തം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ക്ലാസ്സിൽ സുമേഷ് പറയും. ഇത് പൊതുവിലുള്ളൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ പറയും. സാർ ഈ പറഞ്ഞ കേസുകളെ നമുക്ക് ഒരു ചാർട്ട് എടുത്ത് 2 ചാർട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഇപ്പോൾ വേണ്ട ഇതിൻ്റെ എൻഡ് ഓഫ് ദ ലെസൺ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ആ തിയറി മാത്രമല്ലേ മനസ്സിലായുള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അതൊന്ന് ക്ലാരിറ്റി ആവും. ഓക്കെ, ശരി. നക്ഷത്രപ്പൊരുത്തം പറയാം. ആദ്യം സ്ത്രീ ജാതകത്തിൽ ചില ചില യോഗങ്ങളെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സൗഭാഗ്യയോഗം, ഞാനൊരു ജസ്റ്റ് ചാർട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് ലക്നോ എന്ന് വിചാരിക്കാട്ടോ തൽക്കാലത്തേക്ക്. സൗഭാഗ്യയോഗം ഉദാഹരണമാണ്. സൗഭാഗ്യയോഗം എങ്ങനെ പറയുന്നത്? 7-ാം ഭാവത്തിൽ ബലവാനായ ശുഭഗ്രഹം, അതാണ് ഒരു സൗഭാഗ്യയോഗം. ഈ സ്ത്രീ ജാതകത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവം എന്ന് പറയുന്നത് അവരുടെ സ്പൗസാണ് ആണല്ലോ. അപ്പോൾ 7-ാം ഭാവത്തിൽ ബലവാനായ ഒരു ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമായിരിക്കുമല്ലോ. ഓക്കെ, അതൊന്ന്. 2, 7-ാം ഭാവാധിപൻ ശുഭഗ്രഹവുമൊത്ത് കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ നിൽക്കുക.
നമ്മളിപ്പോൾ വിവാഹക്കാരിയാണ് നോക്കുന്നത്. അതുകൊണ്ട് 7ാം ഭാവവും 7ാം ഭാവാധിപനുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ ബലവാനായ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം ഭാവം സ്ട്രോങ് ആയി. അതിൻ്റെ അർത്ഥം ഇവർക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടെന്നാണ്. പിന്നെ നമ്മൾ നോക്കുന്ന 7ാം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു. 7ാം ഭാവാധിപൻ അവരുടെ ലക്ഷ്മി വിഷ്ണു സ്ഥാനങ്ങളിലാണെങ്കിൽ, അതായത് നമുക്കറിയാം കേന്ദ്ര ത്രികോണ സ്ഥാനങ്ങളിലാണെങ്കിൽ, അതായത് കേന്ദ്ര സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 4, 7, 10. ത്രികോണം ഏതൊക്കെയാണ്? 1, 5, 9. അപ്പോൾ ഈ സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ആണ് ഈ 7ാം ഭാവാധിപൻ പോയി നിൽക്കുന്നത്. അതും ഒരു ശുഭനും ഒത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായും സൗഭാഗ്യം ഉണ്ടാവുമല്ലോ. അതും ഒരു സൗഭാഗ്യയോഗമാണ്. ഇനി 7ാം ഭാവാധിപത്തിൻ്റെയും ശുഭഗ്രഹത്തിൻ്റെയും ദൃഷ്ടി 7ാം ഭാവത്തിന് വരിക. അതായത് 7ാം ഭാവത്തിൽ ആരുമില്ല, ശരി, പക്ഷേ 7ാം ഭാവാധിപൻ എവിടെയോ നിന്നിട്ട് 7ിലോട്ട് നോക്കുകയാണ്. അപ്പം ആ ഒരു ഗൃഹത്തിൻ്റെ നാഥൻ സ്വന്തം ഗൃഹത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ ഗൃഹം പവർഫുൾ ആയില്ലേ. അതേപോലെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും ആ 7ാം ഭാവത്തിലോട്ട് വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴും ആ ഹൗസ് പവർഫുള്ളായി. അപ്പോൾ അതും ഒരു സൗഭാഗ്യയോഗമാണ്. പിന്നെ 7ാം ഭാവാധിപൻ ബലവാനായിട്ട് ഉച്ചം, സ്വക്ഷേത്രം മുതലായ സ്ഥാനങ്ങളിൽ സ്വവർഗത്തിൽ നിൽക്കുക. അത് 7ാം ഭാവാധിപന് ഒന്നെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുക. അതും ഒരു പവർഫുൾ ആയിട്ടുള്ള പൊസിഷനാണ്. സർ, ഈ സ്വവർഗത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷൻ, സ്ത്രീ, നപുംസകം. പുരുഷൻ പുരുഷരാശി, സ്ത്രീ സ്ത്രീ. ഓക്കെ ഓക്കെ ഓക്കെ. ബുധൻ നപുംസകമാണ് ബുധൻ. അതിന് അങ്ങനെയാണ് കണക്കാക്കുന്നത്. പുരുഷൻ സൂര്യൻ പുരുഷരാശി, ശുക്രൻ. അപ്പൊ സൂര്യൻ ഓജരാശി നിൽക്കുക, ശുക്രനാണെങ്കിൽ യുഗ്മരാശിയിൽ നിൽക്കുക, അതുപോലെ അല്ലേ? ശരി. അപ്പൊ ഓവറോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട? ഒരു ജാതകം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് വിവാഹ സംബന്ധമായ സൗഭാഗ്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താ നോക്കേണ്ടത്? ഏത് ഭാവം നോക്കണം? 7ാം ഭാവം നോക്കണം. 7ാം ഭാവം മാത്രം നോക്കിയാൽ മതിയോ? 7ാം ഭാവാധിപനെ നോക്കണം. അപ്പം നമ്മൾ 7ാം ഭാവത്തിന് എന്തെങ്കിലും അഫ്ലിക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. 7ാം ഭാവത്തിൽ പാപഗ്രഹം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ 7ാം ഭാവത്തിലോട്ട് പാപന്റെ ദൃഷ്ടി ഉണ്ടാകുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അഫ്ലിക്ഷൻ 7ാം ഭാവത്തിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ 7ാം ഭാവാധിപനെ നമ്മൾ നോക്കുന്നു. 7ാം ഭാവാധിപൻ വളരെ പോസിറ്റീവായിട്ട് ഉച്ചത്തിലാണ്, അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലാണ്, ശുഭന്മാരൊത്താണ്, യാതൊരുവിധ അഫ്ലിക്ഷനും ഇല്ലെങ്കിലും അതും ഒരു സൗഭാഗ്യമാണ്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പൗസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 7ാം ഭാവവും 7ാം ഭാവാധിപനായിട്ട് നോക്കുക. ഓക്കെ. ഭാവം നോക്കുമ്പം ഭാവത്തിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കണം. ഭാവത്തിലോട്ട് ദൃഷ്ടി ആർക്കാണ് ഉള്ളതെന്ന് നോക്കണം. ഓക്കെ. ഭാവാധിപനെ നോക്കുമ്പോൾ ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു എന്ന് നോക്കണം. ഭാവാധിപന്റെ ഒപ്പം ആരുണ്ടെന്ന് നോക്കണം. ഭാവാധിപൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ 2 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്താൽ അവർ സൗഭാഗ്യവതിയായിരിക്കും. ഓക്കെ. ഇത് 2 മോശമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 2 നല്ലതായാൽ വളരെ നല്ലതാണ്. ഒന്ന് നല്ലതും, അതായത് 7ാം ഭാവത്തിന് അഫ്ലിക്ഷൻ ഉണ്ട്, പക്ഷേ 7ാം ഭാവാധിപൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അതിൽ തെറ്റ് പറയാനൊന്നുമില്ല, മാനേജബിൾ ആണ്, വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. അത് ക്ലിയർ ആയല്ലോ. ഇത് എവിടെയും നോക്കാം കേട്ടോ ഈ പ്രിൻസിപ്പിൾ. നിങ്ങളിപ്പോൾ കുട്ടിയുടെ കാര്യമാണ് നോക്കണമെങ്കിൽ ഏത് ഭാവം നോക്കും? 5 നോക്കും അല്ലേ? 5ാം ഭാവം നോക്കും. 5ാം ഭാവത്തിന് എന്തെങ്കിലും അഫ്ലിക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. 5ാം ഭാവാധിപനെ നോക്കൂലേ? 5ാം ഭാവാധിപനെ നോക്കും. അച്ഛൻ്റെ കാര്യം നോക്കണമെങ്കിൽ 9. ജോലിയാണെങ്കിൽ 10. ധനമാണെങ്കിലോ 2. ലാഭമാണെങ്കിലോ? അപ്പൊ എന്തൊക്കെ നോക്കണം? ഒന്ന്, ധനം ഉണ്ടെങ്കിലല്ലേ ലാഭം നോക്കി കേൾക്കും. ലാഭാധികം പോയി 12 പോയാലോ ധനം ഉണ്ടായിട്ട് എല്ലാം ചിലവായി പോകില്ലേ? 12 ചിലവാണ്. അപ്പോൾ ധനം എന്ന് പറഞ്ഞാൽ 2ആണ്. അപ്പോൾ 2ാം ഭാവാധികം പോയി 12 പോയാലും പോയില്ലേ? അപ്പോൾ ധനം ഉണ്ടായിട്ട് കാര്യമില്ല, ലാഭം കൂടി വേണം. ഏത് കാര്യത്തിനും ലാഭം വേണം അല്ലേ? എന്ത് കാര്യം എടുത്താലും നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ? അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ലാഭാധിപൻ നോക്കണം, ധനാധിപൻ നോക്കണം. 2 എന്ന് പറഞ്ഞാൽ പണം, 12 എന്ന് പറഞ്ഞാൽ ലോസ്, നഷ്ടമല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെ നഷ്ടത്തോട്ട് പോകും. പിന്നെ അത് ധനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അയാൾ? അതിന് വേറെ വഴിയുണ്ട്. എന്ത് ചെയ്യണം? 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ഫോറിൻ ലാൻഡാണ്, ആണല്ലോ അല്ലേ? അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? ധനം ഉണ്ടാക്കണമെങ്കിൽ ഇയാൾ വിദേശത്ത് പോയാൽ ധനം പോയാൽ രക്ഷപ്പെടും. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്, ആണല്ലോ. അപ്പോൾ ഇയാൾ അങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് 12ാം ഭാവമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അയാൾക്ക് ധനം വരുള്ളൂ, അല്ലെങ്കിൽ ഉള്ള ധനം ഒഴിഞ്ഞു പോകും. അതായത് എല്ലാ പ്ലാനറ്റുകൾക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള സൈഡുകളുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയുടെ പ്രാധാന്യം. എങ്ങനെ നമ്മുടെ ഗ്രഹനില അനുയോജ്യമായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. പ്ലാനറ്റ് എന്തായാലും വർക്ക് ചെയ്യും, ഉറപ്പാണ് ആ കാര്യം. പ്ലാനറ്റ് വർക്ക് ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു കർമ്മത്തിൻ്റെ ആണ്. ആ കർമ്മത്തിനെ നമുക്ക്
എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതായത് മാറ്റാൻ പറ്റില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം ഇങ്ങനെ കിടക്കുക. നമുക്ക് ആകെ ചെയ്യാവുന്നത് ഈ കർമ്മത്തിനെ വേറൊരു കർമ്മം കൊണ്ട് ചെറുതാക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അതാ ചെയ്യുന്നത്. അല്ലാണ്ട് കർമ്മം ഇങ്ങനെ മായ്ച്ചു കളയാനൊന്നും ആർക്കും പറ്റില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ റെമഡിയും എല്ലാ സൊല്യൂഷൻസും ഒരു കർമ്മത്തെ വേറൊരു കർമ്മം കൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കലാണ്, അല്ലെങ്കിൽ അതിനെ ചെറുതാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ മായ്ച്ചു കളയുക എന്ന് പറഞ്ഞൊരു പരിപാടി ജീവിതത്തിലില്ല. ഓക്കെ, അപ്പം 7ാം ഭാവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ഇനി സുഖയോഗം. സുഖം ലഗ്നത്തിൽ ചന്ദ്ര ശുക്രന്മാർ നിൽക്കുക. ലഗ്നമാണ് ചന്ദ്രനും ലഗ്നമാണെന്ന് വിചാരിക്കുക, അല്ല സാറേ പറഞ്ഞോട്ടെ. ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ അതൊരു സുഖയോഗമാണ്. ഇതെല്ലാം ദാമ്പത്യത്തെ പറ്റി ആണ് നമ്മൾ പറയുന്നത്. കാര്യം ശുക്രൻ ആരാന്നറിയാലോ നമുക്ക്, ചന്ദ്രനും ആരാണെന്നറിയാം, മനക്കാരകനാണ്. മനസ്സുഖം എന്ന് പറയുന്ന സാധനം വേണം എല്ലാവർക്കും. അപ്പോൾ ചന്ദ്രനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല മനസ്സുഖം ഉണ്ടാകും. അതേപോലെ തന്നെ ലഗ്നത്തിൽ ചന്ദ്ര ബുധന്മാർ നിൽക്കുക, അതും ചന്ദ്രനും ബുധനും ആണെങ്കിലും സുഖം ഉണ്ടാവും, മനസ്സുഖം ഉണ്ടാവും. ഓക്കെ, ദാമ്പത്യമാണ് പറയണത്. ദാമ്പത്യ കാര്യത്തിൽ സുഖം ഉണ്ടാവും. എന്താ, ചന്ദ്രൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്, ബുധൻ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റുമാണ്. ഇനി ബുധ ശുക്രന്മാർ നിന്നാലോ, ഇതും വളരെ നല്ലൊരു സുഖയോഗമാണ്. ബുധന്റെ ആ ഒരു ജോയ്ഫുൾനെസ്സും ശുക്രൻ്റെതായിട്ടുള്ള ആളാണ്. ശുക്രനാണ് നല്ല സൗകര്യവും സന്തോഷവും ഭൗതിക സുഖം മുഴുവൻ കൊടുക്കേണ്ടത് ശുക്രനാണ്. അപ്പം ബുദ്ധിയുണ്ട്, ഭൗതിക സുഖം ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കും. അല്ലെങ്കിലോ 5, 7, 9, 10, 11, അതായത് 5ാം ഭാവാധിപൻ ത്രികോണസ്ഥാനമാണ്, 7 കേന്ദ്രസ്ഥാനമാണ്, 9 ത്രികോണസ്ഥാനമാണ്, 10 കേന്ദ്രസ്ഥാനമാണ്, 11 ലാഭസ്ഥാനമാണ്. ഈ ഭാവാധിപന്മാർ ലഗ്നത്തിലോ ഇഷ്ടസ്ഥാനങ്ങളിലോ ബലവാന്മാരായിട്ട് നിൽക്കുക. ഇതും ഇഷ്ടസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ ഭാവാധിപൻ പോയി നിൽക്കുന്നത് നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ ആണെങ്കിൽ പോയാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 5ാം ഭാവാധിപനാണ്. അപ്പം 5ാം ഭാവാധിപൻ സൂര്യനാണെന്ന് വിചാരിക്കുക. പക്ഷെ പോയി നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ തുലാത്തിലാണെങ്കിലേ സൂര്യൻ നീചത്തിൽ പോയില്ലേ, അവിടെ പവർലെസ് ആയി പോയി. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു പ്ലേസ്മെന്റ് ആണെങ്കിൽ അതും ജീവിതത്തിൽ എന്ത് നൽകും, സുഖം നൽകും. കർക്കിടകൻ രാശിയിൽ ശുക്രചന്ദ്രന്മാർ എങ്കിൽ ജാതക ജീവിതകാലം മുഴുവൻ സുഖം അനുഭവിക്കുന്നതാണ്. കർക്കിടകൻ രാശിയിൽ ശുക്രനും ചന്ദ്രനുമാണെങ്കിൽ ജാതക കേട്ടാ ഫീമെയിലാണേ, ജീവിതകാലം മുഴുവൻ സുഖം അനുഭവിക്കുന്നതാണ്. ഈ ശുക്രനും ചന്ദ്രനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ് എന്താണെന്നറിയോ? ഇത് രണ്ടും വാട്ടർ എലമെന്റ് ആണ്. അതായത് നൈസർഗികമായ സ്ത്രൈണതയുള്ള 2 പ്ലാനറ്റുകളാണിത്. മനസ്സിലായില്ലേ? ഹൈലി ഇമോഷണൽ ആയിരിക്കും, ഹൈലി കെയറിങ് ആയിരിക്കും, നർച്ചറിങ് ആയിരിക്കും. അതേപോലെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പ്രത്യുൽപാദനം, അത് ഇത് രണ്ടുമായിട്ട് ബന്ധമുണ്ടായിരിക്കുന്നു. ഓക്കെ, ജലത്തിലാണ് ആദ്യം ജീവൻ ഉണ്ടാകുന്നത്. ജീവൻ ലയിച്ചതിനെയാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലമില്ലെങ്കിൽ ജീവനില്ല. അപ്പം ഒരാളുടെ ജാതകത്തിൽ, ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും വളരെ മോശമായ രീതിയിൽ അഫ്ലിക്ഷനൊക്കെ ആണെങ്കിൽ അവരുടെ ഫെർട്ടിലിറ്റിനെ കൂടി അത് ബാധിക്കും. കുട്ടികൾ ഉണ്ടാവുന്ന ഉള്ള ബുദ്ധിമുട്ടും കൂടി അവർക്കുണ്ടാവും. പിന്നെയുണ്ട് വ്യാഴമുണ്ട്. വ്യാഴം ഈ പറഞ്ഞ പോലെ സന്താനകാരകനാണ്. എന്നാൽ പോലും ഇവരാണ് ജലം നൽകുന്നത്. ഓക്കെ, ചന്ദ്രനും ശുക്രനും ജലവുമായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പം ഇത്രയും കേസ് ഓക്കെ ആണല്ലോ. ഇനി വൈധവ്യ യോഗങ്ങൾ, അതായത് ഒരു സ്ത്രീ ജാതകത്തിൽ അവർക്ക് വൈധവ്യ യോഗം ഉണ്ടാകുമോ എന്ന് പറയുന്ന കുറച്ച് കോമ്പിനേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. 1, സ്ത്രീ ജാതകത്തിൽ പാപദൃഷ്ടനായി 7-ൽ ചൊവ്വ. 7ാം ഭാവം എന്ന് പറയുന്നത് സ്പൗസാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. വിധവയാവുക, ഭർത്താവിനെ നഷ്ടപ്പെടുക. 7ാം ഭാവം സ്പൗസ് അല്ലേ, അപ്പോൾ അവിടെ ചൊവ്വ നിൽക്കുക. ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ചൊവ്വ നമുക്കറിയാം ദേഷ്യമാണ്, ആക്സിഡൻസ് ആണ്, അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള എന്താ പറയുക, അങ്ങനെ സാറേ 7-ൽ ചൊവ്വ. 7-ൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു ശൂരപരാക്രമം, പിന്നെ ആക്സിഡൻറ്റ്, പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഞാൻ വിചാരിച്ച പോലെ നടക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണ് ചൊവ്വദോഷം എന്ന് പറയുന്നത്. പക്ഷെ
ജാതകത്തിൽ ചൊവ്വ എവിടെ കണ്ടിട്ട് ചൊവ്വദോഷം പറയാൻ പാടില്ല. അത് നോക്കി, അത് നമ്മൾ പറയാൻ പോണേ ഉള്ളൂ. ചൊവ്വയെ കണ്ട ഉടനെ ഇയാൾക്ക് ചൊവ്വദോഷമൊന്നും പറയാൻ പാടില്ല. ചൊവ്വ നിൽക്കുന്ന എവിടെയാണ്, ചൊവ്വ ആരാണ് എന്നൊക്കെ. ആരാണെന്ന് പറഞ്ഞാൽ ഏത് ഭാവത്തിന് അധിപനാണ്. ഇപ്പോൾ 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്ന ചൊവ്വദോഷം പറയാൻ പറ്റുമോ? 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുന്നതിന് എന്താ തെറ്റുള്ളൂ? അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. അത് നമ്മൾ പറയാൻ പോണേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, ഇത് ബേസിക് ആയിട്ട് 7 ചൊവ്വ നിൽക്കുക ഏത് കണ്ടീഷനിൽ? ചൊവ്വയുടെ വീടാവരുത്, ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആവരുത്, ഓക്കെ, ചൊവ്വ ആ ഭാവാധിപനും ആവരുത്. അങ്ങനെയാണെങ്കിൽ വൈദവ്യ ദോഷം നമുക്ക് പറയാം. എങ്ങനെ? പാപദൃഷ്ടനായിട്ടാണ് ഇവിടെ ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, ഒരു പാപൻ്റെ കൂടെ അത് പറ്റിയൊരു കമ്പനിയും കൂടി. ഒരു പാപം നോക്കുക, അല്ലെ ശനി നോക്കിയാൽ മതി, അല്ലെ രാഹു നോക്കിയാൽ മതി. അങ്ങനെ അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഹൗസ് പോയി നശിപ്പിച്ചു. അപ്പം അതിനെന്താ ചെയ്യുക? അങ്ങനെയാണ് കല്യാണം നടക്കില്ലേ? കല്യാണം നടക്കും. അതിന് വേറെ വകുപ്പുണ്ട്, അത് നമ്മൾ ആ പുരുഷയെ എടുത്തിട്ട് വേണം പറയുന്നത്. ഇനി പാപയോഗം ചെയ്ത ചൊവ്വ ലഗ്നം 2, 4, 7, 8, 12 ഭാവങ്ങൾ നിൽക്കുക. പാപയോഗം ചെയ്ത ചൊവ്വ എവിടെയൊക്കെ നിൽക്കാം? ലഗ്നം 1, 2, 4, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1, 2, 4, 7, 8, 12 ഇങ്ങനെ ഈ സ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ഓക്കെ, ചൊവ്വാദോഷം എന്ന് പറയുന്നത് പാപയുക്തനായിട്ട്, അതായത് പാപനും കൂടി ഉണ്ടെങ്കിൽ, ചൊവ്വയ്ക്ക് അക്കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈദവ്യമായി. ചൊവ്വ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തല്ലും പിടിയൊക്കെ മാത്രം പറയാം. ഇതിപ്പോൾ നമുക്ക് ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്, നീ ചുമ്മാ തല്ലണ്ട, എന്നാ ഇത് വെച്ച് ചെയ്തോ എന്ന് പറയണ പോലെ, മനസ്സിലായില്ലേ? ഈ കല്ലെടുത്ത് അടിച്ചോ എന്ന് പറയണ പോലെ ഒരു പാപൻ്റെ ദൃഷ്ടിയോ യോഗം ഉണ്ടെങ്കിൽ ചൊവ്വ കൂടുതൽ പവർഫുള്ളായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണേ? ഒന്നിലാണ് ചൊവ്വെങ്കിൽ ചൊവ്വ എങ്ങോട്ട് നോക്കും? 7ലേക്ക് നോക്കും. 7ലേക്ക് നോക്കില്ലേ? ചൊവ്വ നോക്കും. 2ലാണെങ്കിലോ 8ലേക്ക് പോകും. 8ലേക്ക് നോക്കില്ലേ? ചൊവ്വ 7ലേക്ക് മാത്രമല്ല, ഇവിടെ 8ലേക്ക് നോക്കും. ചൊവ്വയ്ക്ക് ഏതൊക്കെയാ ദൃഷ്ടി? 4, 7, 8 ഇല്ലേ? അപ്പം എങ്ങോട്ടൊക്കെ നോക്കി? ചൊവ്വ ഇവിടെ ആണെങ്കിൽ 7ലും നോക്കി, 8ലും നോക്കി, അപ്പോൾ പോയി. 2ലാണെങ്കിൽ ചൊവ്വ 8ലോട്ട് നോക്കി, ഭർത്താവിൻ്റെ ആയുസാണ്, അത് പോയി. ഇനി 4ലാണെങ്കിൽ ചൊവ്വ ഇങ്ങോട്ടൊക്കെ നോക്കും. 4ൽ നിന്ന് 4ാമത്തെ ദൃഷ്ടിയില്ലേ ചൊവ്വയ്ക്ക്? 4ലേക്ക് 4ന്ന് 4ലോട്ട് നോക്കൂല, അത് 7ല്ലേ? 7, 8 അങ്ങനെ നോക്കുമ്പോഴും 7ാം ഭാവം പോയി. ഇനി 7ലാണ് ചൊവ്വ നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, ആ ഭാവം പോയി. 8ലാണ് ചൊവ്വ നിൽക്കണമെങ്കിലും പ്രത്യേകിച്ച് പറയണ്ട, ആ ഭാവം പോയി. ഇനി 12ലാണെങ്കിലോ, ഇവിടെ നിൽക്കുന്ന ചൊവ്വയുടെ 7ാം ദൃഷ്ടി ഇതാണ്, 8ാമത്തെ ദൃഷ്ടി ഏതിലോട്ടാ? 7ലോട്ടാ. അതാണ് നമ്മൾ ഈ നേരത്തെ ഈ ഭാവങ്ങൾ പറഞ്ഞത്. 1, 2, 4, 7, 8, 12 എന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ ഇത്രയും ഭാവങ്ങളിൽ, അതായത് 1, 2, 4, 7, 8, 12 ഇവിടെ ചൊവ്വ നിൽക്കുന്നതിനെയാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാപയുക്തനായ ചൊവ്വയാണെങ്കിൽ അത് എന്ത് ദോഷമായി? വൈദവ്യ യോഗമായി. ഈ ചൊവ്വാദോഷത്തിനെ കുറിച്ച് ഏതെങ്കിലും ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ടോ? അറിയാവോ? ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റിലും പറയുന്നില്ല. ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റിൽ, അതായത് ഋഷിമാരെഴുതിയ, പരാശരവരം മുതലായ ഋഷിമാരെഴുതിയ ടെക്സ്റ്റുകളിലോ, ഇനി അതിനു മുമ്പുള്ള ടെക്സ്റ്റുകളുണ്ട്. അതായത് ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന ജ്യോതിഷ ടെക്സ്റ്റുകളുണ്ട്. അത് നമ്മൾ മുഖ്യധാരയിൽ അതൊന്നും അവൈലബിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ ആരും പഠിക്കാറൊന്നുമില്ല. അതിലൊന്നും പറയുന്നില്ല. ഇത് പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്ന, അതായത് പ്രാക്ടിക്കലായിട്ട് ആളുകളിൽ എന്താ പറയുക, ഒരുപാട് ജാതകമൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലായി വന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ഈ ചൊവ്വയുടെ ദോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് ക്ലാസിക്കുകളിൽ കാണുന്നില്ല. പക്ഷെ ഇത് അനുഭവത്തിൽ വരുന്നുണ്ട് പലർക്കും, ചൊവ്വയുടെ പ്രശ്നം. ഓക്കെ, ഇനിയോ ഈ പറഞ്ഞ ഭാവങ്ങളിൽ 1, 2, 4, 7, 8, 12 ഭാവങ്ങളിൽ ശക്തരായ പാപഗ്രഹങ്ങൾ വരിക. ശക്തരായ പാപഗ്രഹങ്ങൾ വന്നാലും പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ പാപഗ്രഹമാണ്. പിന്നെ
സർപ്പി. കുജൻ്റെ കേസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, 1, 2, 4, 7, 8 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ഇവർ വന്നാലും ഇല്ല. ഗുളികൻ എടുക്കുന്നുണ്ടോ സാറേ? ഗുളിക ഇല്ല ഇല്ല ഗുളികനെ ഭാവിയിൽ ഗുളികനൊരു രോഗമായിട്ട് എടുക്കുന്നേ ഇല്ല. ഗുളികനിവിടെ കോയമ്പത്തൂർ കഴിഞ്ഞാൽ ഗുളികനില്ല, അങ്ങനെയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. ശരി, എന്തുകൊണ്ടാണ് ഈ സ്ഥാനങ്ങൾ 1, 2, 4, 7, 8? അല്ല ശരി, 1-ലുണ്ടെങ്കിൽ 7-ലോട്ട് ദൃഷ്ടിയുണ്ട്, സമ്മതിച്ചു. 2-ലുണ്ടെങ്കിൽ ഇപ്പം രവി 2-ൽ നിൽക്കണമെങ്കിൽ രവിക്ക് 7-ലോട്ട് ദൃഷ്ടി ഇല്ലല്ലോ. 8-ലേക്കുണ്ട്. ശരി, അതുകൊണ്ടാണോ പറയുന്നത്? അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പം രവി 4 നിൽക്കണമെങ്കിലോ 10-ലേക്കല്ലേ ദൃഷ്ടി? അപ്പോൾ അവിടെ എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ, മെന്റൽ പീസാണ്, ഫാമിലിയാണ്, ഹൗസാണ്. നമ്മുടെ ഫാമിലി 2ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണ്. അപ്പം എൻ്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പാപഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ 7-ലോട്ട് നോക്കും, 7-ലോട്ട് ദൃഷ്ടിയുണ്ട്, സ്വാഭാവികമായിട്ട് 7-ാം ഭാവത്തിന് നാശം ഉണ്ടാക്കും, ആണല്ലോ. 2 എന്ന് പറഞ്ഞാൽ എന്താ? ഫാമിലി നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതൊരു പാപൻ വന്ന് ഫാമിലിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണത്തിന് മുമ്പ് എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ്. കല്യാണത്തിന് ശേഷം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയാണ്. അങ്ങനെയാണല്ലോ പൊതുവെ. അപ്പം 2-ൽ പാപൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതാണ് മറ്റൊരു പ്രശ്നം, കുടുംബം. 4 എന്ന് പറഞ്ഞാലോ എല്ലാ തരത്തിലുള്ള കംഫേർട്ടാണ്, എല്ലാ തരത്തിലുള്ള സുഖമാണ്, സുഖസ്ഥാനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ പീസ് എന്ന് പറയുന്ന സാധനവും ഇതാണ്. പോയി 4 വന്ന് നിന്നു, ശക്തനായ പാപഗ്രഹം വന്ന് നിന്നു, സമാധാനം ഗുദാഗവ, എല്ലാ വിധത്തിലുള്ള സുഖവും പോയി. 7 നിന്നാ പറയണ്ടല്ലോ, എന്താണ്? സ്പൗസ് തന്നെയാണ്. 8-ൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു? എന്താ? ഭർത്താവിന്റെ ഇത് 8-ൽ എന്തൊക്കെ വരും എന്ന് ഞാൻ പറയാമോ? 8-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 നമ്മുടെ ആയുർസ്ഥാനം, 1 നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ ആയുസ്, 2 7-ന്റെ 2ആണ് 8 എന്ന് പറയണത്. അപ്പോൾ ആരുടെ ഫാമിലിയാ ഇത്? ഭർത്താവിൻ്റെ ഫാമിലിയാ. അതും പോയി. അതാണ് 8-ന് അത്ര പ്രാധാന്യം വന്നത്. ഇനി അതിലും വലിയൊരു പ്രാധാന്യമുണ്ട്. ഏറ്റവും വലിയ പ്രാധാന്യം എന്താ പറയുക 8-ന്റെ? അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു സ്ത്രീ ജാതകത്തിൽ. 8-ന് ഇത്രയും റിലവൻസ് വരാനുള്ള കാര്യം. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ 12? 9-ന്റെ 12ആണ് 8 എന്ന് പറയുന്നത്. അപ്പൊ 8-ാം ഭാവം സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കംപ്ലീറ്റ് പോയി. കംപ്ലീറ്റ് ഭാഗ്യം പോയി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ കൺസെപ്റ്റ് അല്ല, കുറച്ച് പഴയ കൺസെപ്റ്റാണ്, ഇതൊക്കെ പണ്ടുള്ളതാണല്ലോ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബം, അവളുടെ ഭർത്താവ്, അവളുടെ എന്താ പറയുക കുട്ടികൾ, ഇതൊക്കെ വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഏത്? അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞു, സാറുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് ജ്യോതിഷം തുടങ്ങിയതെന്ന് അറിയാവോ? ജ്യോതിഷം തുടങ്ങിയത് ഇതേപോലെ ആണിനെയും പെണ്ണിനെയും ജാതകം നോക്കി പരസ്പരം ചേർക്കാനല്ല. യാഗങ്ങളും യജ്ഞങ്ങളും നടത്താനുള്ള കൃത്യമായ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം തുടങ്ങിയത്. അല്ലാതെ ഇതേപോലെ സില്ലി തിങ്സിന് വേണ്ടി അല്ല. അത് മാത്രമല്ല, ഇത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു ശാസ്ത്രം കൂടിയാണ്. ഇത് വേദത്തിൻ്റെ ഒരു അംഗമാണ്, വേദാംഗമാണ്, വേദത്തിൻ്റെ കണ്ണാണ്. നമ്മൾ വേദം പഠിക്കുന്ന അല്ലെങ്കിൽ വേദം ഉപയോഗിക്കുന്നത് കല്യാണം കഴിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യജുർവേദത്തിലോ സാമവേദത്തിലോ അഥർവേദത്തിലോ ഈ പറയുന്ന പോലെ ചെറുക്കനെയും പെണ്ണിനെയും ചേർക്കുന്ന കാര്യങ്ങളല്ല അവർ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? ആരണ്യങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ഇതൊന്നും അല്ല ഡിസ്കസ് ചെയ്യുന്നത്. അവര് മോക്ഷശാസ്ത്രമാണത്. എങ്ങനെ ഒരാൾക്ക് മോക്ഷത്തിലോട്ട് പോകാം, എങ്ങനെ ബെറ്റർ ലൈഫ് എങ്ങനെ നന്നാക്കാം. വേദത്തിൻ്റെ ആദ്യ ഭാഗം ലൈഫ് നന്നാക്കുന്നതിനെ കുറിച്ചാണ്. എങ്ങനെ നല്ല കുടുംബം നയിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ എന്നിട്ട് മോക്ഷത്തിലോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളാണ്.
അവരിങ്ങനെ ഇതിനു വേണ്ടിയല്ല, രണ്ടുപേരുടെ ജാതകദോഷം നോക്കാൻ വേണ്ടിയല്ല അവർ ഉദ്ദേശിച്ചത്. യാഗങ്ങളും യജ്ഞങ്ങളും നടത്തണം. യാഗങ്ങളും യജ്ഞങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രപഞ്ചം വർക്ക് ചെയ്യുന്നതിന്, കാലത്തിന്. ആ കാലത്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, ഇതൊരു കാലഗണന ശാസ്ത്രമാണ്. ഈ കാലത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക്, ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ അതിലൊരു ഫീച്ചർ, ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ ഡിസൈനറാണ്, ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈനറാണ്, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയാണ്, ഇത് മാത്രം പോരാ, ഇതിൽ ഒരു സാധനം കൂടി വേണം, ഞാൻ ഇന്ന ഡേറ്റ് കൊടുക്കുമ്പോൾ ഇന്നൊരു ഡാറ്റ കൂടി എനിക്ക് വേണം, ഞാൻ അദ്ദേഹത്തോട് പറയാണ്. അദ്ദേഹത്തിന് ആ സോഫ്റ്റ്വെയർ അറിയാമെങ്കിൽ അദ്ദേഹം ആ പ്രോഗ്രാം കൂടി എഴുതി ചേർക്കില്ലേ? ഇതാണ് യജ്ഞം കൊണ്ട് ഉപയോഗിക്കുന്നത്. ആർക്കാണോ പ്രകൃതിയെക്കുറിച്ച് അറിയാവുന്നവർ, അവർ ആ സോഫ്റ്റ്വെയറിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ചെറിയ പ്രോഗ്രാമിംഗ് ആണ് യജ്ഞം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ എൻറ്റയർ സയൻസ് ഉണ്ടായത്, ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. ഓക്കെ, അപ്പൊ അന്ന് ഈ പറയുന്ന ഇതിനൊന്നും ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ ഓൾറെഡി എൻലൈറ്റഡ് ബീയിങ്സ് ആണ്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വിവാഹം എത്ര തരത്തിലുണ്ട്? ഏതാണ്ട് 9 തരത്തിലുണ്ട്. ഒന്ന് പൈശാചികം എന്ന് പറയും, അതാണ് ഇപ്പം നടക്കുന്നത്. പിടിച്ചു കൊണ്ടുപോവുക, 4 വയസ്സുള്ള കുട്ടീനെ പിടിച്ചു കൊണ്ടുപോവുക, അതാണ് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അതായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരാളെ ഇഷ്ടപ്പെട്ടു, രാത്രി ആ സമയത്തൊരു കൊണ്ടും ഭക്ഷണത്തിൽ വെച്ച് പോയി അവിടെ കിടന്നുറങ്ങി, രാവിലെ കുറച്ച് തൊട്ട് വഴി തിരിച്ചു പോകും, ഇല്ലേ? അങ്ങനെ പല ലെവലിലുള്ള അതൊന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര വിധത്തിലുണ്ട്. ഇപ്പോഴും സിവിലൈസേഷൻ വന്ന ശേഷമാണ് ജാതകമൊക്കെ നോക്കി പൊരുത്തമൊക്കെ നോക്കി ചെയ്യുന്നത്. ഈ ജാതകം, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ജാതകവും പൊരുത്തവും നോക്കിയിട്ട് എത്ര പേര് കല്യാണം കഴിക്കുന്നുണ്ട്? എത്ര ശതമാനം ആൾക്കാർ ലോകത്തിൽ കഴിക്കുന്നത്? 1% പോലും ഇല്ല. പിന്നെ ജാതകവും പൊരുത്തവും നോക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ട് വന്നാലും ആ ജാതകം ചേരാത്തതുകൊണ്ടാണെന്ന് പറയും. ഈ ജാതകവും പൊരുത്തവും നോക്കാതെ കല്യാണം കഴിച്ച് എത്ര പേർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്? എൻ്റെ ജാതകം ചേരാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഈ വിശ്വാസമുള്ളവർക്കേ പ്രശ്നങ്ങളുള്ളൂ. വിശ്വാസത്തെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ജാതകം നോക്കി കല്യാണം കഴിക്കുന്ന വളരെ ഒരു 0.1% ലോകം 1% ഉണ്ടാവില്ല. അപ്പോൾ പിന്നെന്താ ഉള്ളത്? പക്ഷേ ഇതുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പേടിച്ചു പോകുന്നത്. ഇതില്ലെങ്കിൽ ഇതൊന്നുമില്ല. ക്യാരക്ടർ തമ്മിലുള്ള ബന്ധമാണ്. ക്യാരക്ടർ തമ്മിലുള്ള ഒരു എന്താ പറയുക, രാക്ഷസിയായ സ്ത്രീ, ഒരു പാവമായ മനുഷ്യൻ, ഒരു കുഴപ്പമുണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. ഒരു രാക്ഷസായ പുരുഷൻ, ഒരു പാവപ്പെട്ട സ്ത്രീ എന്ത് ചെയ്യും? വേറെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള പൊരുത്തം അഡ്ജസ്റ്റ് ചെയ്യാവുണ്ടോ, മാനസികമായിട്ട് വിട്ടുവീഴ്ചയുണ്ടോ, ഈഗോ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യം എത്ര ഉള്ളൂ. അല്ലാതെ ഇതിൽ വലിയൊരു പ്രാധാന്യം. ഞാൻ സാറിനോട് അല്ല പറഞ്ഞത്, ഞാൻ കോമണാ പറഞ്ഞു, സാറിനോടല്ല. ഞങ്ങൾ പറയുന്നത് സാറിനോട് സാറ് ഒരു പോയിന്റ് തന്നുകൊണ്ട്, സാറിനൊരു പ്രാധാന്യം എന്താ, സാറിന് പോയിന്റ് തന്നു. പക്ഷെ സാറിനൊരു പ്രാധാന്യം പ്രത്യേകം ഉണ്ട്. ആ പ്രാധാന്യം പറയുന്ന ഒരു അവസരം വേണ്ടേ, അതുകൊണ്ട് പറയുന്നത്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, ഇറ്റ് ഈസ് ഫോർ എവരിബഡി. സാറേ, ഈ കല്യാണം നടത്തണമെന്ന് ജാതകം നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ, അച്ഛൻ്റെ സ്വത്ത് കണ്ടിട്ടില്ല, അമ്മയുടെ സ്വത്ത് കണ്ടിട്ടില്ല, എനിക്ക് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നി, ആ സ്ത്രീക്ക് എന്നോട് ഇഷ്ടം തോന്നിയ കല്യാണം കഴിക്കാം. ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. അതിന് പ്രായമില്ല, പരിധിയുമില്ല, ഒന്നുമില്ല. ഇല്ലേ? ശരിയില്ല. മനപ്പൊരുത്തം ഇതിനകത്ത് പറയുന്നുണ്ട്. മനപ്പൊരുത്തം ഉണ്ട്, ഈ ഇഷ്യൂവേ ഇല്ല. വെറുതെ മെനക്കെടണ്ട, ജ്യോത്സ്യനെ പണി കൊടുക്കണ്ട, അങ്ങനെ നോക്കിയോണ്ട് എങ്ങനെയായിപ്പോയെന്ന് പറയുന്നത്. ജ്യോത്സ്യൻ്റെ പണിയേ ഇല്ല. രണ്ടുപേരും ഇഷ്ടമാണ് കല്യാണം കഴിക്കും. മനപ്പൊരുത്തം അത് പ്രത്യേക ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഹിന്ദുക്കളല്ലാതെ വേറെ ആൾക്കാർ കല്യാണം കഴിക്കത്തില്ലേ? ജാതകം നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? അവർ മരിച്ച് വണ്ടിയിൽ ആക്സിഡൻറ്റ് മരിക്കുന്നില്ല, ജാതകം ചേരാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് വണ്ടി ആക്സിഡൻ്റായി ചത്തുപോയി, ഇത്രയേ ഉള്ളൂ. ഹിന്ദുക്കളാണെങ്കിൽ പറയും, മറ്റേ ജ്യോതിഷൻ ജാതകം നോക്കി അങ്ങനെ മരിക്കില്ല എന്ന് പറയും, ഇപ്പോൾ മരിച്ചു പോയല്ലോ എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജാതകത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മളിത് വിശ്വസിക്കുന്നതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം കർമ്മത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ വരുന്ന ആള് ചുമ്മാ കയറി വരുന്നതല്ല, നമ്മൾ അവരുമായിട്ട് കർമ്മത്താൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജ്യോതിഷം നോക്കിയാലും ശരി, നോക്കിയില്ലെങ്കിലും ശരി, നടക്കേണ്ടത് എങ്ങനെ പോലും നടക്കും. ഇപ്പൊ വരരുചിയുടെ കഥ സാറ് കേട്ടിട്ടില്ലേ? വരരുചി മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ അറിയായിരുന്നു അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു ശൂദ്ര സ്ത്രീയാണ്. അതിനെ അവരെ കൊല്ലാനുള്ള പരിപാടി അദ്ദേഹം ചെയ്തു വെച്ചു. പക്ഷെ എന്ത് ചെയ്തു അവസാനം?
അവരെ തന്നെ അങ്ങോട്ട് പോയി കല്യാണം കഴിച്ചു. അത്രേ ഉള്ളൂ. എല്ലാവരും കർമ്മത്താൽ ബന്ധപ്പെട്ടിരിക്കും. സാറിന് ടി എൻ ശേഷൻ കേട്ടിട്ടുണ്ടോ? ടി എൻ ശേഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അറിയോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരാളാണ് ഇലക്ഷൻ. അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹം കല്യാണം കഴിച്ച് ആരാന്നറിയാം? കുട്ടി ഉണ്ടാവില്ല എന്ന് ബോധ്യമുള്ളൊരു സ്ത്രീനെ കല്യാണം കഴിച്ചു. അതിന് മക്കളില്ല. ആ സ്ത്രീക്ക് മക്കളുണ്ടാവില്ലെന്ന് ഉറപ്പായ ശേഷം അവരെഴുതി സംസാരിച്ച് നമുക്ക് എനിക്ക് മക്കളുണ്ടാവില്ല, നിനക്ക് മക്കളുണ്ടാവില്ല, അതിന് പറ്റുമെന്ന് ചോദിച്ചു പറ്റും. അങ്ങനെ ആവശ്യം. പിന്നെ വേറെ പ്രശ്നങ്ങളില്ല. ഈ സ്ത്രീ അഥവാ പ്രസവിക്കുകയാണെങ്കിലോ അദ്ദേഹത്തിന് അറിയാതിരിക്കുക കുട്ടി ഉണ്ടാവില്ല എന്നറിയാം. ഈ സ്ത്രീ പ്രസവിച്ചു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഇല്ലേ? എന്താ സംഭവിക്കുക? അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ പറയുന്നില്ല, നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും. ഇപ്പം ഈ നമ്മളെ പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, അദ്ദേഹം ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് ടി എൻ ശേഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഡൽഹി വിട്ട് പുറത്തു പോകാൻ പാടില്ല, ഇലക്ഷൻ കഴിയുന്നവരെ ഡൽഹി വിട്ട് പുറത്തു പോകാൻ പാടില്ല. രാജീവ് ഗാന്ധിക്ക് ജ്യോതിഷത്തിലെ യാതൊരു വിശ്വാസമില്ല. വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. നേരെ ഒറീസയിൽ പോയി ചെന്നൈയിൽ വന്ന് സംഗതി കഴിച്ചു. അല്ല, ഈ സമയം നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പറയാൻ പറ്റുന്ന എല്ലാവർക്കും പറ്റില്ല. അതാണ് രാജീവ് ഗാന്ധിയുടെ തലയിലെടുത്ത് അങ്ങനെയാണ് അതേ നടക്കുള്ളൂ. അത് ശേഷം അത് മാറ്റാനൊന്നും പറ്റില്ല. എൻ്റെ തലയിലെടുത്ത് മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് കണക്റ്റഡാണ്. ഒരിക്കലും ഒരു ജ്യോതിഷനോട് ചോദിച്ചേ ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ, പിന്നെ ഇപ്പോൾ ഒരു അപകടം, ഒരു സമയത്ത് ഒരു അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുക ജാതകത്തിൽ. അപ്പോൾ അപകടം നമുക്ക് നോക്കി ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് അപകടം ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ പോയി എടുക്കാമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപകടം എന്തായാലും വരാൻ സാധ്യതയുണ്ട്, പക്ഷേ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ധനലാഭം എങ്കിലും ഉണ്ടാക്കാം. അതായത് ആ ഹോസ്പിറ്റലിലെ ചിലവെങ്കിലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാം. പക്ഷേ മരണം മാറ്റാനൊന്നും പറ്റില്ല. നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നടക്കും. നടക്കേണ്ട ആൾ തന്നെയും കല്യാണം കഴിക്കും. അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ സമയം ശരിയാണോന്നല്ലേ? നിങ്ങളുടെ എന്റെ പക്ക നീറ്റ് സമയം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പുള്ളി തിരിഞ്ഞു നടന്നുകൂടെ കടലോട് തലവിട്ട് ശരി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്താ 12 പറഞ്ഞില്ലല്ലോ? 6th ആസ്പെക്ട് ഉണ്ട്. വേറെ സംഭവം കൂടി ഉണ്ട് 12. എന്താണെന്നറിയോ? ശയ്യാസുഖം ആരാ പറഞ്ഞ? ശയ്യാസുഖം അല്ലെങ്കിൽ ശയനസുഖം. മനസ്സിലായ? കിടന്നുറങ്ങണ്ടേ ബായി? 12 ശയനം, ശയനസുഖമാണ്. ബെഡ് പ്ലഷർ എന്ന് പറയും. അതായത് ഈവൻ സെക്സ് വരെ പറയാം. ഓക്കെ. അപ്പം ശരി. അപ്പം ഇതാണ് ഈ പ്രശ്നങ്ങൾ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പാപയുക്തനായ രാഹു 8, 12 ഭാവങ്ങളിൽ നിൽക്കുക. അതായത് രാഹു ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. രാഹു 8 നിൽക്കുന്നു, 12 നിൽക്കുന്നു. അതും ആരുടെ കൂടെ? ഒരു പാപൻ്റെ കൂടെ. അതും ഒരു 12 ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ രാഹു ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. 1, 2, 4, 7 ഇവരാണെങ്കിൽ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എടുത്തെടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. പാപയുക്തരായ 6, 8 ഭാവാധിപന്മാരുടെ ദൃഷ്ടി 6, 12 ഭാവങ്ങളിൽ ഉണ്ടാവുക. അതായത് 6, 8 ഭാവാധിപന്മാർ അവർ പാപന്മാരോട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ ദൃഷ്ടി 6, 12 ഭാവങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ 6ാം ഭാവവും സ്ട്രോങ് ആയി, 12ാം ഭാവം സ്ട്രോങ് ആയി. അതെങ്ങനെ സാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? 6, 8 ഭാവാധിപന്മാരുടെ ദൃഷ്ടി 7ാമത് 6, 12 ഭാവങ്ങളിൽ ഉണ്ടാവുക. പാപയുക്തരായ 6, 8 പാവല്ലേ? 6, 8 പാപന്മാർ, ഭാവാധിപന്മാരുടെ ദൃഷ്ടി അവർ നോക്കുന്നു. പാവന്മാരുടെ ദൃഷ്ടി 6ലോ 12ലോ ഭാവങ്ങളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ 12 വരുന്ന സമയത്ത് ആ സുഖയോഗം പോയില്ലേ? പോയി. അതാണ് 6ലോട്ട് വരുമ്പോൾ 6ാം ഭാവം സ്ട്രോങ് ആവുമായിരിക്കും അല്ലേ? 6ാം ഭാവം സ്ട്രോങ് ആവും. 6 എന്ന് പറഞ്ഞാൽ 7ന്റെ 12 ആണെന്നുള്ള കാര്യം. 7ന്റെ 12 ആണ്. അപ്പോൾ 6 സ്ട്രോങ് ആയി. അതാണ് 6 സ്ട്രോങ് ആകുമ്പോൾ 7ന്റെ 12 സ്ട്രോങ് ആയി. 7 എന്ന് പറഞ്ഞാൽ സ്പൗസ് ആണ്. ഇപ്പോൾ 7ലോ 8ലോ പാവഗ്രഹം നിൽക്കുകയാണ്. 9ലൊരു ശുഭഗ്രഹം നിന്നാലോ? ഒരു സ്ത്രീയുടെ ജാതകത്തിൽ 7ലും 8ലും പാവഗ്രഹം നിൽക്കുക, 9ൽ ഒരു ബലവാനായ ശുഭഗ്രഹം നിന്നാലോ? ഈ ദോഷങ്ങളൊക്കെ എല്ലാം പോയി. ഈ ദോഷങ്ങൾ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ 7ൽ ചൊവ്വ നിൽക്കുക,
9 വ്യാഴം നിൽക്കുകയാണ്. ഇപ്പം ഒരാളുടെ ജാതകത്തിൽ മിഥുന ലഗ്നം, 7ാം ഭാവാധീൻ വ്യാഴം അല്ലേ, 7 ചൊവ്വ നിൽക്കുക, 7ാം ഭാവാധീൻ 9 പോയിട്ട് കുംഭത്തിൽ നിൽക്കുക. 7 ചൊവ്വ പറയാൻ പാടില്ല, കാരണം 7ാം ഭാവാധീൻ 9 പോയി. അപ്പോൾ 7ലോ 8ലോ ദോഷമുണ്ടെങ്കിൽ 9 ഒരു നല്ല ശുഭഗ്രഹങ്ങൾ വന്നാൽ, ബലവാനായ ശുഭഗ്രഹം വന്നാൽ യേശു വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേണേൽ എഴുതി വെച്ചോട്ടോ ഒന്ന് സാർ ഇപ്പം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടെ അവിടെ ലഗ്നം വരച്ച് 7 ലഗ്നം വരച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ലഗ്നം വരച്ചിട്ട് ഇവിടെ 7ാം ഭാവം ഇവിടെ ലഗ്നം ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഉണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ. റിങ്കുവിന് അറിയാമായിരിക്കും അല്ലേ? റിങ്കുവിന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല റിങ്കുവിന് അല്ലേ? സാറ് പറഞ്ഞത് ലഗ്നം ഇവിടെയാണ്, ഇവിടെ ചൊവ്വ 7 നിൽക്കുന്നു, പക്ഷേ 7ാം ഭാവാധിപനായ വ്യാഴം ഇവിടെ നിൽക്കുന്നു. അപ്പം 7 ചൊവ്വ കൊണ്ടുള്ള ദോഷം 8 വേണേ ശനിയും വെച്ചോ, അല്ലെങ്കിൽ 8 വേണേ രാഹുവും വെച്ചോ, എന്നാലും കുഴപ്പമില്ല. 8 രാഹു നിൽക്കട്ടെ, രാഹു നിൽക്കട്ടെ, എന്നാലും ഈ ദോഷങ്ങളൊക്കെ മാറും. എന്നാൽ ഈ ദോഷങ്ങൾ എഫക്റ്റ് ചെയ്യില്ല, കാരണം ഗുരു 9 നിൽക്കുന്നുണ്ട്. 9 നിൽക്കുന്നത് ഗുരു എവിടത്തേക്കാണ് നോക്കുന്നത്? ലഗ്നത്തിലേക്ക് നോക്കുന്നത്. ശുക്രനാണ് മതി, ഒരു കുഴപ്പമില്ല. ഇവിടെ ശുക്രൻ നിന്നാലും മതി. ശുക്രൻ ഉച്ചത്തിലേക്ക് പോകല്ലേ, പക്ഷേ ശുക്രൻ്റെ ലഗ്നത്തിലേക്ക് നോട്ടമില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഇതാണ് പ്രാധാന്യം. 7ാം ഭാവാധിപൻ 9 പോയി. ശുക്രൻ നിന്നാലും കുഴപ്പമില്ല, പക്ഷേ ശുക്രനേക്കാളും നല്ലത് വ്യാഴമാണ്. ശുക്രൻ കുഴപ്പമില്ല, ശുക്രൻ സ്പൗസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ശുക്രൻ സ്പൗസിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാരണം 7ലോ 8ലോ ശ്രീജാതത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ 9 ശുഭഗ്രഹങ്ങൾ വന്നാൽ, ബലവാനായ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഈ ഇഷ്യൂ മാറും. ഡൈവേഴ്സ് ആവും. വിട്ടു നിൽക്കുക, മരിച്ചിട്ട് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, ദൂരദേശഗമനം, നാട്ടിൽ നിൽക്കുക. ഭർത്താവ് ദുബായിലാവും, 2 എടുത്താലും അത് വൈദ്യുതി. അതൊരു കാഠിന്യം വെച്ചിട്ടാണ്. അതായത് വളരെ അഫ്ലിക്ഷനൊക്കെ ആണെങ്കിലാണ് ഈ വൈദ്യത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വിട്ടു നിൽക്കുകയൊക്കെയാണ്. ഇപ്പോൾ ചിലരുടെ 7 ഇപ്പം കേതുവൊക്കെ പോയി നിൽക്കുന്നതാണ്. അപ്പോൾ ശരിക്കും 7 ക്ലാസിക് ഇതാണ് 7 കേതു എന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്നൊക്കെ പറയണത്. പക്ഷേ ഡിവോഴ്സ് ആയിരിക്കില്ല, ഭർത്താവ് ചിലപ്പോൾ വിദേശത്തേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ മാനസികമായിട്ടൊരു അകൽച്ചയുണ്ടാവും, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവും. ഏകദേശം അതുപോലെ തന്നെ കേതു ശനി വന്നാൽ വിട്ട് ബ്രേക്കായി പോകും. കേതു വന്നു കഴിഞ്ഞാൽ ശനിയുടെ കൂടെ ആരുടെ വന്നാലും ആ ബന്ധം വിട്ടുപോകും. എന്താണ് അവിടെ ഇങ്ങനെ ആലോചിക്കുന്നത്? നമ്മളെ യാതൊരു ആലോചിക്കും. ഇല്ല, ലഗ്നാധിപതിക്ക് ആ ദോഷം പറയരുതിരിക്കലും. ഇതിങ്ങനെ കോമൺ ആയിട്ടുള്ള ആളുണ്ടോ? ഇത് വെച്ചിട്ട് ആലോചിച്ച് അപ്സെറ്റ് എന്തായാലും. ഇത് ഈ ക്രൈറ്റീരിയ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിലിപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു, ഒരു കാര്യം കണ്ടതുകൊണ്ട് മാത്രം അത് എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് വരരുത്. നമ്മൾ നോക്കി ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പോൾ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഒറ്റ കണ്ടീഷൻ നമ്മൾ കണ്ടുള്ളൂ. ആ ഒറ്റ കണ്ടീഷൻ കൊണ്ട് നമ്മൾ അതങ്ങ് പറഞ്ഞു കളയരുത്. അതിനെ എന്താ പറയുക, അതിന് സപ്പോർട്ട് കൊടുക്കുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള മറ്റ് യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യും. അല്ലാതെ പെട്ടെന്ന് കണ്ടിട്ട് ഒരാളെ ഇയാൾ കളരാന്ന് പറഞ്ഞാൽ ഒഴിവാക്കരുത്. വേറെ പല നല്ല ഗുണങ്ങളുണ്ടാകും. നല്ല ദൃഷ്ടി, നല്ല യോഗങ്ങളൊക്കെ വന്നാൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടും. പെട്ടെന്ന് ഒരടിക്ക് ആൾ ശരിയാവില്ല എന്ന് പറയാൻ പല കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ഫൈനലി കേട്ടേണ്ടത്. ഇത് മാത്രമല്ല, രാശിച്ചാട്ട് മാത്രമല്ലല്ലോ, നവാംശം കൂടി നമ്മൾ നോക്കുമല്ലോ. ഇപ്പോൾ രാശിച്ചാട്ടിൽ മോശം പ്ലേസ്മെൻ്റ് ആണ്, പക്ഷെ നമ്മൾ നവാംശത്തിൽ നോക്കുമ്പം അത് വളരെ എക്സലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രാശി ചാർട്ടിൽ എടുത്തിട്ട് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കളയരുത്. ഓക്കെ, ഒരു ഇത് മറ്റേ മാത്സ് വർക്ക് ചെയ്യണ പോലെ എങ്ങനെ ഒന്നിനോട് കൂട്ടിയാലും 2 വരുന്ന ചിന്തിച്ച് ഒറ്റ ഒരു ഇത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു കളയരുത് കേട്ടോ. അങ്ങനെ അല്ല, ഇതൊരു ആർട്ടാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതാണ് നേരത്തെ ഞാൻ പറയില്ലേ, ഗ്രഹനില വെച്ച് നോക്കി പറയുകയും ചെയ്യാം, ഭാവം കൂടി നോക്കിയിട്ട് തീരുമാനം എടുക്കണം. ഗ്രഹനില വെച്ച് മാത്രം തീരുമാനം എടുക്കാൻ പാടില്ല. നേരത്തെ 7ാം ഭാവം 7 ഞാൻ ഒരു ജാതകം പറഞ്ഞു, രമേശ് വന്നിട്ട് 7ാം ഭാവം 6ലേക്കായി ഭാവം നോക്കിയിട്ട്. കാരണം അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് ഭാവം നോക്കണം. പെട്ടെന്ന് ആ 7 ചൊവ്വ കൊണ്ട്
പറ്റില്ല എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. ഈ ചൊവ്വ ഒരു ഭാവത്തിലും കൂടി നോക്കിയിട്ട് വേണം. അല്ല, ഇപ്പൊ ഞാൻ ചോദിച്ചത് 7-ലും 8-ലും പാവം നിന്നിട്ട് 9-ല് ശുഭഗ്രഹം വരുമല്ലോ, അത് ഭാവത്തിൽ 10ലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി പോയി അത് നോക്കണം, ഭാവം നോക്കിയിട്ട് തീരുമാനിക്കണം. അടുത്തത് എളുപ്പമുള്ള ജോലിയല്ല, വളരെ ക്ഷീണചന്ദ്രൻ. ക്ഷീണചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപനാണോ ശുഭനാണോ? ക്ഷീണചന്ദ്രൻ പാപയുക്തനായി 6-ലോ 8-ലോ നിൽക്കുക. സെയിം കണ്ടീഷൻ തന്നെ. അതായത് ഇവിടെ നമ്മൾ വേറെ കുറെ പാപന്മാരെ പറഞ്ഞില്ലേ, അക്കൂട്ടത്തിൽ ഇപ്പം ക്ഷീണചന്ദ്രനെയും കൂടി പറഞ്ഞു. 6 ഇട്ട് 7-ന്റെ 12, 9-ന്റെ 12 എന്നുള്ള രീതിയിലാണ് എടുത്തത്. 7-ന്റെയും 9-ന്റെയും 12 6 കിട്ടും അല്ലേ? 7-ന്റെ 12 6. ചന്ദ്രന് പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണല്ലോ. കാര്യം ചന്ദ്രനും ലഗ്നാധിപനും ഒക്കെ വർക്ക് ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. ഇപ്പം ലഗ്നാധിപൻ ഏത് പാപക്ഷേത്രത്തിൽ പോയാലും നമ്മൾ പാപം നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയല്ലേ? അതുപോലെ തന്നെ ചന്ദ്രനും അത്ര പെട്ടെന്ന് നമുക്കൊരു പാപനായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ പാപയുക്തനായി അതായത് പാപന്റെ യോഗവും വന്നു, സ്വയവും ബലവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ചന്ദ്രൻ അത്രയും മോശമാവുള്ളൂ. ബേസിക്കലി ചന്ദ്രൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരാൾക്കൊരു ദോഷം വരുത്തണം എന്നുള്ള നമ്മുടെ ലഗ്നാധിപൻ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ചന്ദ്രൻ ബിഹേവ് ചെയ്യുന്നത്. ലഗ്നകുണ്ടലി അതായത് ലഗ്നജാതകം ഉള്ളതുപോലെ തന്നെ ചന്ദ്രജാതകവും, അതായത് ചന്ദ്രനെ വെച്ചിട്ടും നമ്മൾ ജാതകം നോക്കുമല്ലോ. അതെ. അപ്പോൾ അതല്ല നമ്മൾ ജാതകം നോക്കാൻ നേരത്ത് ഇപ്പം നമുക്ക് ലഗ്നം അറിയില്ലെങ്കിൽ ചന്ദ്രനെ വെച്ച് നോക്കി എല്ലാ ഫലവും പറയാം. കാര്യം ചന്ദ്രൻ നമ്മുടെ മനസ്സാണ്. മനസ്സ് വെച്ചിട്ട് ഇയാൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് ആ ചന്ദ്രനെ വെച്ച് പറയാൻ പറ്റും. പാപദൃഷ്ടരായ 7-8 ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുക. അതായത് പാപന്റെ ആസ്പെക്റ്റ് ഉള്ള പാപൻ നോക്കുന്ന 7-8 ഭാവാധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക. സാധാരണ നമ്മൾ പരിവർത്തന യോഗം നല്ലതാണെന്നാണ് പഠിച്ചേക്കണേ. പക്ഷെ ഈ കേസിൽ അത് നല്ലതല്ല. 7-8 ഭാവാധിപന്മാർ പരസ്പരം മാറി നിൽക്കുകയും അങ്ങോട്ട് പാപന്റെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതും വൈധവ്യ യോഗമാണ്. പിന്നെ പാപയുക്തരായ 6-8 അത് ഞാൻ പറഞ്ഞില്ലേ, ദൃഷ്ടി 6-12 ആണല്ലേ? വേണ്ട. ഉച്ചാദി ബലയുക്തരായ പാപഗ്രഹം അഷ്ടമത്തിൽ വരിക. അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന അഷ്ടമമാണ്, ഉച്ചത്തിലുമാണ്, പാപനുമാണ്. അങ്ങനെ വരിക. സൂര്യനാണ് 8-ാം ഭാവം ഇതാണെന്ന് വിചാരിക്കുക, സൂര്യൻ ഇവിടെ തന്നെ വരുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അഷ്ടമം ഫുൾ സ്ട്രോങ് ആയി. അങ്ങനെ ഉച്ചാദി ബലയുക്തരായ പാപഗ്രഹം അഷ്ടമത്തിൽ വരിക. ഓക്കെ, അതും വൈധവ്യ യോഗമാണ്. അതായത് ആയുസിനെ ഹനിക്കും, ഭർത്താവിൻ്റെ ആയുസിനെ ഹനിക്കും. ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 1, 2, 4, 7, 8, 12 ഭാവങ്ങളിൽ പാപഗ്രഹം ഉണ്ടാവുക. ലഗ്നത്തിന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു 1, 2, 4, 7, 8, 12 പാപഗ്രഹങ്ങൾ വരുന്നു. ഇപ്പം നമ്മളിത് ഒരു കണ്ടീഷനും കൂടി വരുത്തി അവിടെ ചന്ദ്രൻ്റെ 1, 2, 4, 7, 8, 12 പാപഗ്രഹം ഉണ്ടാവുന്നതും സെയിം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലഗ്നം ഇല്ലെങ്കിൽ നമുക്ക് ചന്ദ്രനെ വെച്ച് നോക്കാമെന്ന് പറഞ്ഞല്ലോ. സെയിം പ്രിൻസിപ്പിൾ ചന്ദ്രനെ വെച്ചും അപ്ലൈ ചെയ്യാം. ഇനി 7-8 ഭാവങ്ങളിൽ ചൊവ്വ രാഹു നിൽക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയത്. 7-8 ചൊവ്വയും രാഹു നിൽക്കുക. ലഗ്നത്തിനോ ചന്ദ്രനോ പാപമധ്യസ്ഥിതി. അതെന്താ? 2 പാപികളുടെ മധ്യത്തിൽ ലഗ്നം വരിക അല്ലെങ്കിൽ ചന്ദ്രൻ വരിക. അപ്പൊ ലഗ്നം വീക്കായി, ചന്ദ്രന്റെ അടുത്താണെങ്കിൽ ചന്ദ്രൻ മനസ്സ് വീക്കായി. അതെ, അതിന്റെ 2-ലും 12-ലും വരിക. ലഗ്നം 7 ഭാവങ്ങളിൽ പാപന്മാരുണ്ടാവുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 1, 2, 4, 7 പാപന്മാർ വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 8-ാം ഭാവാധിപൻ 7-ൽ പാപദൃഷ്ടനായിട്ട് നിൽക്കുക. 8-ാം ഭാവാധിപൻ പോയി 7-ൽ നിൽക്കുന്നു. നമ്മൾ നേരത്തെ പരിവർത്തന യോഗത്തിൽ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒറ്റ കണ്ടീഷൻ മാത്രം പറയുന്നു. 8-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുന്നു, അങ്ങോട്ട് ഒരു പാപഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പാപഗ്രഹത്തിന്റെ യോഗം ഉണ്ടാവുന്നു. അതും പറഞ്ഞ പോലെ വൈധവ്യ യോഗമാണ്. ഈ സ്ഥിതികൾ സ്ത്രീ ജാതകത്തിൽ ഉണ്ടായാലാണ് വൈധവ്യ യോഗം പറയുന്നത് കേട്ടോ. ഇനി വൈധവ്യ യോഗ ഭംഗമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു എന്താ പറയുക, എക്സെപ്ഷൻ കേസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ചൊവ്വയുടെ കാര്യം വെച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇവിടെ യോഗഭംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, ചൊവ്വയ്ക്ക് തുല്യ ബലവാനായ പാപഗ്രഹം പുരുഷ ജാതകത്തിൽ ഉണ്ടാവുക. അതായത് ജാതകങ്ങൾ തമ്മിൽ വിവാഹത്തിന് ചേർക്കുമ്പോൾ സ്ത്രീ ജാതകത്തിലെ 8-ലെ ബലവാനായ ചൊവ്വയ്ക്ക് അതുപോലെ ഫലമുള്ള ഒരു പാപഗ്രഹം പുരുഷ ജാതകത്തിലെ 7-ാം ഭാവത്തിൽ ഉണ്ടായിരിക്കുക. 8-ൽ ചൊവ്വ 7-ൽ സൂര്യൻ നിന്നാൽ മതി.
ഇല്ലേ? അതൊരു ഒന്ന് പറയട്ടെ, ഒന്ന് പറയുമോ സാറേ? ഒരു എക്സാമ്പിൾ പറഞ്ഞു. എവിടെ ലക്നൗ എവിടെ പറയണം? ലക്നൗ ഇത് തന്നെ അത് തന്നെ എന്താ പറഞ്ഞത്? ഇപ്പോൾ 7 പാവഗ്രഹത്തിന് ഒരു തുല്യമായ ചൊവ്വയ്ക്ക് തുല്യനായ ബലവാനായ പാപഗ്രഹം പുരുഷ ജാതകത്തിൽ ഉണ്ടാവുക. ജാതകം തമ്മിൽ വിവാഹത്തിന് ചേർക്കുമ്പോൾ സ്ത്രീ ജാതകത്തിലെ 8 ബലവാനായ ചൊവ്വയ്ക്ക് അതുപോലെ ബലമുള്ള ഒരു പാപഗ്രഹം പുരുഷ ജാതകത്തിലെ 7-ാം ഭാവത്തിൽ ഉണ്ടായിരിക്കുക. അവിടെ ബലവാനായ ഒരാള് കൊടുക്കാം, ഇവിടെ മന്ത്രം കൊടുക്കാം അല്ലേ? മന്ത്രം കൊടുക്കാം. അപ്പോൾ ഒരു സ്ത്രീ ജാതകം എടുത്തു. സ്ത്രീ ജാതകം എടുത്തപ്പോൾ സ്ത്രീ ജാതകത്തിൽ 7 ചൊവ്വയാണെന്ന് വിചാരിക്കാം. ഹലോ, നമസ്കാരം. ഇതിപ്പോൾ ഓർത്തിരിക്കും, വിളിച്ചാൽ മതി, ഇന്നുണ്ടാവില്ല. നമ്മൾ റിലേറ്റ് ചെയ്യണം, കംപ്ലീറ്റ് റിലേറ്റ് ചെയ്യണം. ഒരു ക്ലാസ്സിലാണ് ഏതെങ്കിലും ഒരു പാവഗ്രഹം മതി, അങ്ങനെയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പാവഗ്രഹം. ശരിക്കും ഇവർ പറയുന്നത് എന്താ പറയുക, ഇതൊരു എനർജി ബാലൻസ് എന്നാണ് പറയണത്. എനർജി ബാലൻസ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ. അതായത് ഒരു ലേഡിയുടെ 7 ചൊവ്വ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം എന്താ, 7-ാം ഭാഗം ഹൈലി ആക്റ്റീവ് ആവും, മനസ്സിലായ? അവിടെ പൊട്ടിത്തെറിയും കലാശമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 7-ലോ 8-ലോ ചൊവ്വയോ അല്ലെങ്കിൽ ശനിയോ ഉള്ള ഒരു ഭർത്താവാന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്കും അത്യാവശ്യം യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ എനർജി അവർ തമ്മിൽ ഉഷ്ണേന ശാന്തി എന്ന് പറയണ പോലെ അതങ്ങോട്ട് ശരിയായിക്കോളും. മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ ആൾ അടിച്ചങ്ങ് പുറത്താക്കും. ഏതെങ്കിലും ഒരു പാപൻ മതി എന്നാണ് പറയണത്. ശനി ഭയങ്കര ബലമുള്ള ഗ്രഹമാണ്. രാഹുവും ഏതാണ്ട് ഒന്നിന് ഈക്വലി ഇതാണ്. സൂര്യനും ചൊവ്വയും ഏതാണ്ട് സമഗ്രഹങ്ങളാണ്. ഏതാണ്? അല്ല, ഇത് ഇവിടെ ആ കേസൊന്നും എടുക്കരുത്. ആ നപുംസകത്തിന്റെ കേസൊന്നും എടുക്കരുത്. നപുംസക സ്ത്രീ പുരുഷനൊന്നും എടുക്കണ്ട. ശനിനെ പാപനായിട്ടുള്ള എടുത്താൽ മതി. ഇപ്പം ഈ ശനിയും കുജൻ എങ്ങനെയാണെന്നറിയോ ഞാൻ മനസ്സിലാക്കിക്കണേ? ഈ കുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഉള്ള മസിലൊക്കെ ഇട്ട് 6 പാക്ക് ഇതൊക്കെ ഇട്ട്, അതാണ് കുജൻ. ശനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ കമ്പി തടിപ്പണിയൊക്കെ എടുത്തിട്ട് ഉള്ള ശരീരം കണ്ടിട്ടില്ലേ? അതാണ് ശനി. ഇതിലിപ്പോ ആർക്കാ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ചിലപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ബലം ഉണ്ടാവുമായിരിക്കാം, എനിക്കതറിയില്ല. പക്ഷെ 2 സ്ട്രോങ്ങാ. ഞാൻ മനസ്സിലാക്കിയത് ചൊവ്വയാണെങ്കിൽ പൊട്ടിത്തെറിക്കും, ശരിയാണ് പൊട്ടിത്തെറി ഉണ്ടാവില്ല, ഇന്റേണലായിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പറഞ്ഞു തീർത്ത് ഒരുപാട് മറ്റേതങ്ങനെയല്ല, മറ്റേ കടിച്ചു പിടിച്ചത്. ചൊവ്വയ്ക്ക് ഒരിക്കലും ഈ പേഷ്യൻസ് ഇല്ല, ഇമ്പൾസായിട്ട് റിയാക്ട് ചെയ്യും. ശനി എന്ന് പറഞ്ഞാൽ ശനിയുടെ പേഷ്യൻസ് ആണ്. അതായത് ശനീനെ നമ്മൾ മറ്റേ പക്ക ആ ലോഹം എങ്ങനെയാണോ ആലയിലിട്ട് അടിച്ച് പഴുപ്പിച്ച് ആയുധമാക്കുന്നത്, അതാണ് ശനി എന്ന് പറയുന്നത്. കൊല്ലം എന്ന് പറയുന്നത് ശനിയാണ്. ഈ ചൊവ്വയെക്കാളിലും ഡേഞ്ചറസ് ആണ് ശനി, ഏറ്റവും ഡേഞ്ചറസാണ്. കാരണം അത് എപ്പോഴാ ചൂടായി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചൊവ്വയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു പൊട്ടിത്തെറി. അപ്പം മറ്റാളുണ്ടായിരുന്നാൽ മതി, പൊട്ടിത്തെറി വരും, 2 മിനിറ്റ് കൊണ്ട് ഇടപാട് വരും, സമാധാനത്തിലില്ല. ശനിയുടെ ഒരു എൻഡ്യൂറൻസ് ഉണ്ടല്ലോ, അത് ചൊവ്വയ്ക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സഹിക്കാനുള്ള കഴിവൊക്കെ ഇല്ലേ? പേഷ്യൻസ് എന്ന് പറഞ്ഞ ശനിയാണ്. പേഷ്യൻസ്, ഡിലേ എന്ന് പറയുന്നത് ശനിയാണ്, പേഷ്യൻസ് എന്ന് പറയുന്നത് ശനിയാണ്. ചൊവ്വയ്ക്ക് ഇത് രണ്ടും ഇല്ലല്ലോ. ചൊവ്വ ഒന്ന് പറഞ്ഞ് ഉടനെ തന്നെ തീർന്നു, പരിപാടി അവിടെ അവസാനിച്ചു. വെട്ടി കഴിഞ്ഞിട്ടായ അയ്യോ വെട്ടിയല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ ചൊവ്വ വളരെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മോക്ഷത്തിനെ അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്. ഭയങ്കര ആളുകളെ സഹായിക്കണം, ലോകത്തിന് നന്മ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ആര്? ഈ ചൊവ്വ. പക്ഷെ ശനി അങ്ങനെയല്ല. ശനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് ചെയ്തിട്ടുണ്ട്, അവനത് അനുഭവിച്ചിട്ട് പോയാൽ മതി. ഇതാണ് ശനിയുടെ ആറ്റിറ്റ്യൂഡ്. ഒരു തരത്തിലും ശനീനെ നമുക്ക് കർമ്മത്തിൻ്റെ കാര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരൊറ്റ ഇമോഷൻ മാത്രമേ ശനിക്കുള്ളൂ, അമ്മ. വേറെ ഒരു ഇമോഷനും ശനിക്കില്ല. ഒരു ഇമോഷനും നമുക്ക് ഒരു തരത്തിൽ ഊരിപ്പോരാൻ പറ്റില്ല. അമ്മ മാത്രമാണ് ശനിക്ക് ആകെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അത് അവരുടെ ആ കഥ വായിച്ചാൽ നമുക്കറിയാം, ഛായാദേവിയായിട്ടുള്ള ബന്ധം വായിച്ചാൽ അറിയാം. വേറെ ഒരു ഇമോഷനും കർമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് നിങ്ങൾ ശിവനായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, ബ്രഹ്മ ആയിക്കോട്ടെ, ശനി വിട്ടുവീഴ്ച ചെയ്യില്ല. അനുഭവിച്ചിട്ടേ നമ്മൾ പോരുള്ളൂ. പിന്നെ ഹനുമാൻ ഭക്തരൊക്കെ ആയിരിക്കണം. ഹനുമാന്റെ കോമ്പിനേഷൻ അറിയാമല്ലോ, ചൊവ്വ ശനി കോമ്പിനേഷനാണ് ഹനുമാൻ. അങ്ങനത്തെ ഡയറ്റുകൾ കുറവാണ്. നമുക്ക് ചൊവ്വേനെ അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നവരെന്ന ഡയറ്റുകളെ കുറവാണ്. മുരുകൻ ചൊവ്വേനെ കൂടുതൽ റെപ്രസെന്റ് ചെയ്യണം. സാറ്റേണിനെ പറയാൻ പറ്റില്ല, കാളി പറയാം. കാളി സാറ്റേൺ മാർസ് കോമ്പിനേഷനാണ്.
ഉണ്ട്. അത് നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ വാല്യൂ ഇട്ടിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 1.5 കാലെന്ന് പറഞ്ഞില്ല, അതല്ലേ? അതെ. നമ്മൾ പൊരുത്തെടുക്കുമ്പോൾ നമുക്ക് വാല്യൂ ഇട്ട് നോക്കാം. പാപസാമ്യം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് അത് നമ്മൾ കണക്കൂട്ടി ജാതകം നോക്കിയ കാല്. അതായത് നമ്മൾ ജാതകം നോക്കുമ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചെറുക്കനും പെണ്ണും തമ്മിൽ പാപസാമ്യം ഇല്ല. അതെ ആ പാപസാമ്യം ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ചെറുക്കനും പെണ്ണും പാപസാമ്യം, ആ സാധനം അതാണ്. ആ പോയിന്റ് ഇട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് പൊരുത്തം അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം. അപ്പം ഒരാളുടെ, ഒരു സ്ത്രീയുടെ 7 പാപൻ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത് പുരുഷന്റെ, അല്ല സ്ത്രീയുടെ 7 8 പാപൻ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം പുരുഷന്റെ 7 പാപൻ വേണം. ശക്തനായ പാപൻ വേണം. 7 സ്ത്രീയുടെ 7 8 ഭാഗം ഉണ്ടെങ്കിലും പുരുഷന്റെ 7 തന്നെ വേണം. 7 8 സോറി മോസ്റ്റ് ഡേഞ്ചറസ് 7 8 ആണ്. ബാക്കി 1 2 4 എനിക്ക് അതാണ് 1 2 4 7 8 12 6 രാശി പോയി. 6 രാശിയെ ബാക്കിയുള്ളൂ. ആ പോയില്ലേ? ബുധനും ശുക്രനും സൂര്യന്റെ ഏറ്റവും അടുത്ത്. ചൊവ്വ കുറച്ച് ദൂരമായിരിക്കും. ബുധനും ശുക്രനും പാവമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ഉണ്ടെങ്കിലും പുരുഷന്റെ ജാതകം സ്ട്രോങ് ആണെങ്കിലാ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവില്ല. പുരുഷന് നല്ല ആയുർബലമുള്ള ആളാണെങ്കിൽ പാവം പുരുഷൻ കുറച്ച് അനുഭവിക്കും. എന്നാ പോലും ദാമ്പത്യം നല്ല ഭംഗിയായിട്ട് പോകും. ദാമ്പത്യം നല്ല ഭംഗിയായിട്ട് തന്നെ. പിന്നെ ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ 7 ശുഭൻ ഉണ്ടാവുകയോ അവിടെ ഭാവാധിപൻ നിൽക്കുകയോ ചെയ്യുക. അതായത് ഇത് പോസിറ്റീവ് ആയിട്ടുള്ളതാ. ലഗ്നത്തിന്റെ ചന്ദ്രന്റെ 7 ശുഭൻ ഉണ്ടാവുക, 7ാം ഭാവം സ്പൗസ്, അപ്പോൾ വൈദ്യവ്യം ഉണ്ടാവില്ല. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ. അവിടെ ഭാവാധിപൻ, അത് 7ാം ഭാവാധിപൻ നിൽക്കുക. 7ാം ഭാവാധിപൻ പൂർണ്ണ ബലവാനായി ഉച്ചാദി സ്ഥാനങ്ങളിൽ നിൽക്കുക. 7ാം ഭാവം അഫ്ലിക്റ്റഡ് ആണെങ്കിലും 8ാം ഭാവം അഫ്ലിക്റ്റഡ് ആണെങ്കിലും 7ാം ഭാവാധിപൻ പോയി നിൽക്കുന്നത് ഉച്ചത്തിലാണ്. 7ാം ഭാവാധിപൻ സ്ട്രോങ് ആണ്. അപ്പം അയാൾ സ്പൗസിന് ആയുർഹാനി ഉണ്ടാവില്ല. ആ മതി. അല്ല, ചൊവ്വ 7ാം ഭാവാധിപനായിട്ട് മകരത്തിൽ ചെന്ന് നിന്ന, അല്ലെങ്കിൽ ചൊവ്വ മകരത്തിൽ നിൽക്കണമെങ്കിൽ ചൊവ്വ ദോഷമില്ല. സ്വക്ഷേത്രത്തിൽ ഉച്ചത്തിൽ നിൽക്കണമെങ്കിൽ ദോഷമില്ലല്ലോ, ദോഷം പറയാൻ പാടില്ല. ലഗ്നാൽ 9ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക എങ്കിൽ വൈധവ്യ യോഗത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും 9 ഒരു സ്ത്രീയുടെ ജാതകത്തിൽ 9 സ്ട്രോങ് ആണെങ്കിൽ വൈധവ്യ യോഗം അനുഭവിക്കില്ല. കാര്യം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹൗസാണ് 9th ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭാഗ്യം അനുഭവം. വന്ധ്യാദി യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇല്ലാതിരിക്കുന്ന യോഗമാണ്. അത് ലഗ്നത്തിന്റെ 8 ബുധൻ നിന്നാൽ കാകവന്ധ്യ, അതായത് ഒരിക്കൽ മാത്രം പ്രസവിക്കുന്നവളായിരിക്കും. ലഗ്നത്തിന്റെ 8 ബുധൻ നിന്നാൽ, 8 ബുധൻ നിന്ന് കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്, നന്നായിട്ട് പഠിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും. പക്ഷെ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാകാൻ യോഗം. ലഗ്നത്തിന്റെ 8 ശനിയും രവിയും നിന്നാൽ വന്ധ്യയാകാം. ലഗ്നത്തിന്റെ 8 രവിയും അത് ഒരുമിച്ച് നിൽക്കണം. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണോ? അല്ല, രണ്ടുപേരുടെയും കണക്ഷൻ വേണം. അല്ല, ഒരാൾ നിന്നാൽ മതിയാ, രണ്ടുപേരും നിൽക്കണം. രണ്ടുപേരുടെ എന്തെങ്കിലും ബന്ധം വേണം. രണ്ടുപേരും തമ്മിൽ ബന്ധം വേണം. ശനിയും സൂര്യൻ. 8 എന്ന് പറഞ്ഞാൽ 5ന്റെ 4 5 എന്ന് പറഞ്ഞാൽ സന്താനസ്ഥാനമാണ്, 4 എന്ന് പറഞ്ഞാൽ സുഖസ്ഥാനമാണ്. അപ്പൊ സന്താനം കൊണ്ടുള്ള സുഖം ഉണ്ടാവില്ല. ഓക്കെ. കൂടാതെ പാപദൃഷ്ടിയോടുകൂടിയ 7ാം ഭാവം പാപന്റെ രാശി കൂടിയായിരിക്കുക.
പാപദൃഷ്ടിയോട് കൂടിയ 7ാം ഭാവം. 7ാം ഭാവം അത് ശരിയാവും. അവിടെ ഒരു പാവന്റെ ദൃഷ്ടി ഉണ്ടായാൽ 7ാം ഭാവം ചൊവ്വ, അവിടെ ഒരു പാപദൃഷ്ടി ഉണ്ടാകും. ഓക്കെ. 7ാം ഭാവം എന്ന് പറയുന്നത് ഒരു പാപന്റെ രാശിയായിരിക്കുക. ഓക്കെ. അതായത് ചൊവ്വയുടെ രാശിയോ സൂര്യന്റെ രാശിയോ ആവുക അല്ലെ. ചൊവ്വ സൂര്യൻ ശരിയോ രാശി രാഹുലല്ലോ ആവുക. അങ്ങോട്ട് ആര് നോക്കുക? വേറൊരു പാപം നോക്കുക, അല്ലെ ആ പാപം തന്നെ നോക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലും കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവ്. ഇവിടെ തുലാത്തിൽ ലഗ്നവും ചൊവ്വയും. ലഗ്നവും ചൊവ്വയും തുലാത്തിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അതിന്റെ 7ാം ഭാവം അതിന് 7ലേക്കല്ലേ നോക്കുന്നത്? ചൊവ്വ തുലാലഗ്നം എന്ന് പറയുന്നത് അതിന്റെ 7ാം ഭാവം ചൊവ്വയല്ലേ. 7ാം ഭാവം ലഗ്നത്തിൽ നിന്ന് 7ലേക്ക് നോക്കുന്നു. സെയിം അല്ലേ? നീചമല്ലല്ലോ, തുലാമല്ല, ചൊവ്വയുടെ കർക്കിടകമല്ലേ. ചൊവ്വയുടെ നിന്നാ ഒരു കുഴപ്പമില്ല. ശുക്രന്റെ വീട്ടിൽ നിൽക്കുന്ന ചൊവ്വയല്ലേ. ശുക്രന്റെ വീടല്ലേ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് അവിടെ ചൊവ്വ നിന്ന് 7ാം ഭാവം ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ലേ. ഒരു കുഴപ്പമില്ല. ഭാവാധീൻ ഭാവത്തിലേക്ക് നോക്കുന്നു. ഭാവാധീൻ ഭാവത്തിൽ നിൽക്കുന്നത് നോക്കുന്നത് തുല്യമല്ലേ. കുഴപ്പമില്ല. ചൊവ്വ ശുക്രന്റെ രാശിയിൽ നിൽക്കണമെങ്കിൽ പ്രണയവിവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശുക്രന്റെ രാശികൾ ഏതൊക്കെയാ? ഇടവും തുലാവും. അപ്പൊ ചൊവ്വ ശുക്രന്റെ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ പ്രണയവിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ഇടവത്തിൽ നിന്നാലും 7ാം ഭാവം ചൊവ്വയാണ്. തുലാത്തിൽ നിന്നാലും 7ാം ഭാവം ചൊവ്വയാണ്. അപ്പൊ ലഗ്നത്തിന് 8ൽ ശനിയും രവിയും നിന്നാൽ, അല്ലെങ്കിൽ ശനിയും രവിയും ലഗ്നത്തിന്റെ അത് പറഞ്ഞാണ് 8ൽ ബന്ധമുണ്ടെങ്കിൽ പാപദൃഷ്ടിയോടുകൂടിയ 7ാം ഭാവം പാപന്റെ രാശി കൂടിയായിരിക്കുക. ചന്ദ്രൻ ശുഭനോട് ചേർന്ന് നിൽക്കുകയും കുജന്റെയോ ശനിയുടെയോ രാശികൾ ലഗ്നമാവുകയും ചെയ്യുക. അതെങ്ങനെയാ സാറേ പറയണേ? ചന്ദ്രൻ ശുഭനോട് ചേർന്ന് നിൽക്കുകയും ശുഭന്റെ ചൊവ്വയുടെയോ ശനിയുടെയോ രാശികൾ ലഗ്നമാവുകയും ചെയ്യുക. അത് പ്രശ്നമല്ലേ? അത് പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമാണല്ലേ. അതായത് കുജന്റെ രാശികൾ ഏതൊക്കെയാ? ഇതും ഇതും. പിന്നെ ശനിയുടെ രാശിയല്ലേ പറഞ്ഞ? ശനിയുടെ രാശി ഏതൊക്കെ? ഇതും ഇതും. ചന്ദ്രൻ ശുഭനോട് ചേർന്ന് നിൽക്കുകയും കുജന്റെയോ ശനിയുടെയോ രാശികൾ ലഗ്നമാവുകയും ചെയ്യുക. അപ്പൊ ഇവിടെ ഇത് ലഗ്നം വരാം, ഇത് ലഗ്നം വരാം, ഇത് ലഗ്നം വരാം, ഇത് ലഗ്നം വരാം. ഇങ്ങനെയുള്ള കേസുകളിൽ ചന്ദ്രൻ ശുഭനോട് അല്ലെ, ചന്ദ്രൻ ശുഭനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പന്ത്യാദി യോഗമുണ്ട്. എവിടെ നിന്നാലും ഫല വരും. അതിന്റെ ലഗ്നം വരികയും ചന്ദ്രൻ സ്വക്ഷേത്രത്തിലാണെങ്കിൽ ശുഭനോട് ചേർന്ന് നിൽക്കുകയാണ്. ചന്ദ്രന്റെ ബലം വേണ്ടേ? ബലമില്ലെങ്കിൽ പോയില്ലേ. ചന്ദ്രന്റെ ബലമില്ലെങ്കിൽ പോയില്ലേ. ശുഭനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചന്ദ്രന്റെ ബലമില്ല. കർത്തവാവ് അല്ലെങ്കിൽ ചതുർദശി, ചതുർത്ഥി, അഷ്ടമി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്ര സീരിയസ് ആയി എടുക്കണം. നോക്കാം ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. നോക്കിയിട്ട് പറയാം. ഒമ്പതാം ഭാവാധിപൻ സ്ഥിരം 9 ബാധകനാണ്. അതായിരിക്കണം കാര്യം. ഇവിടെ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ 4ാം ഭാവാധിപനാണ് ചന്ദ്രൻ. അപ്പൊ 4ാം ഭാവാധിപൻ ശുഭനാണെങ്കിൽ എന്ത് പറ്റും? അത് മെലിഫിക്കാവും. അങ്ങനെ സംഭവമുണ്ട്. അതായത് 4, 7, 10 അതിപ്പം പറഞ്ഞ ശരിയാവും. 4, 7 കേന്ദ്രാധിപൻ ശുഭനാണെങ്കിൽ അത് മെലിഫിക്കായി. അതായത് ഗുണം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന്റെ ലോജിക്ക് അതാണ്. കേന്ദ്രാധിപത്യ ദോഷമാണ്. ഇതിന്റെ ലോജിക്ക് കേന്ദ്രാധിപത്യ ദോഷമാണ്. ഇതിന്റെ ലോജിക്കും കേന്ദ്രാധിപത്യമാണ്. ഇത് 4 ഇത് 7. പിന്നെ പറയാൻ പറ്റാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ബാധകനെ പറയാൻ പറ്റുള്ളൂ. ബാധകൻ ആണേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ബാധകൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ചരം, സ്ഥിരം, ഉഭയം. ഉഭയമാണെങ്കിൽ 7, 9, 11 അല്ലേ. ചരരാശിക്ക് 11ാം രാശിയാധിപൻ ബാധകനാണ്.
സ്ഥിരത്തിന് 9ാം രാശ്യാധിപൻ ബാധകനാണ്, ഉഭയത്തിന് 7ാം ഭാവാധിപൻ ബാധകനാണ്. ആ കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇവിടെ 7, 8, 9 9ാം ഭാവാധിപൻ ചന്ദ്രനായതുകൊണ്ട് ബാധകാധിപനാണെന്ന് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നത് ഇങ്ങനെ മാത്രം എടുക്കരുത് എന്നാണ്. അതായത് നമ്മൾ പ്ലെയിൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒറ്റ ഫോർമുല അപ്ലൈ ചെയ്യരുതെന്ന്. ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്, ഇതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരുപാട് എക്സെപ്ഷൻസ്. അതുകൊണ്ട് ഞാൻ അധികം ഇത് കൺസിഡർ ചെയ്യാറില്ല. കാര്യം ഞാൻ ബേസിക്കലി വൃശ്ചികൻ രാശിയാണ്, എൻ്റെ 9ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഉച്ചത്തിലാണ്. ഓക്കെ, ചന്ദ്രനെ കൊണ്ട് എനിക്ക് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. അതെ, ഇവിടെ എൻ്റെ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് നോക്കാം എന്താണ്. ഇതൊരു ലോജിക്കാണ് 4, 7. അത് ശരിയാണ്, കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാവും. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6ാം ഭാവാധിപനാണ്. ഇപ്പൊ 7ന്റെ അതായത് 6ാം ഭാവാധിപൻ 7ന്റെ 12 ആണല്ലോ. അപ്പോഴും അവിടെ ശുഭനൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞേക്കണേ അങ്ങനെ കണ്ടോ. അതാണ് ചന്ദ്രൻ ശുഭനോട് ചേർന്ന് നിൽക്കുന്നത്. അത് ശുഭനോട് ചേർന്ന് നിൽക്കുമ്പോൾ ശരിക്കും 2 ഗ്രഹങ്ങൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വാളിറ്റി നിൽക്കും, നിങ്ങളുടെ ക്വാളിറ്റി ഞാനും എടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ 6ാം ഭാവാധിപന്റെ ആ ഇത് കഴിവങ്ങ് പോകും. പാപിയല്ല ഇവിടെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് നോക്കാം അല്ലേ സാറേ? അത് ആ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. എവിടാ? ഇപ്പൊ ഇവിടെ ഗുരുവും ചന്ദ്രനും നിൽക്കുന്നത് താഴെ ഇവിടെ. അല്ല, 7 നിൽക്കണ കാര്യം പറഞ്ഞിട്ടില്ല. എനി പ്ലേസ് ഇവിടെ ഇത് അതെ അതെ വരില്ല വരില്ല, നമുക്ക് നോക്കാം. അത് നല്ല യോഗല്ലേ, ഗജകേസരി യോഗം. വ്യാഴവും ചന്ദ്രനും ബലവാനാണ്. വ്യാഴം ബലവാനാണ്, ചന്ദ്രൻ ബലവാനാണ്. നമുക്ക് നോക്കാം, ആ കണ്ടീഷൻ നോക്കാം. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേന്ന് അത് നമുക്കൊരു കൊമാസ് ഇട്ടേക്ക് നോക്കാം, നമുക്ക് പരിശോധിച്ച് തീരുമാനിക്കാം. ഈ കൺസെപ്റ്റ് അറിയാമല്ലോ നിങ്ങൾക്ക്. ബാധകൻ നമുക്ക് ബാധകൻ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ബാധകനും മാരകനും. ഓക്കെ, ബാധകനും മാരക ഇപ്പൊ എടുക്കണല്ല. അയ്യോ, ഓക്കെ. അപ്പൊ അത് നമുക്ക് നോക്കാം. പിന്നെ രവിയോ ശനിയോ സ്വക്ഷേത്രസ്ഥിതരായി അഷ്ടമത്തിൽ നിൽക്കുക. ഇതൊരു പെർഫെക്റ്റ് സാധനം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും. രവിയോ ശനിയോ അവരുടെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുക. രവിയോ ശനിയോ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുക, അതും അഷ്ടമത്തിൽ. അത് രവിയുടെ കേസാണ് ഞാൻ കൂടുതലും കണ്ടേക്കണേ. രവി അഷ്ടമത്തിൽ നിൽക്കുകയും അങ്ങനെയാണെങ്കിൽ സ്ത്രീ ജാതകത്തിലേ കുട്ടികൾ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞു കണ്ടിട്ടുണ്ട്. രവിയോ ശനിയോ അവരുടെ സ്വന്തം ക്ഷേത്രം ഏതൊക്കെയാ? ശനിയുടെ അറിയാലോ. രവിയുടെ ഏതാ? ഇതല്ലേ രവി. അപ്പൊ ഇത് അഷ്ടമത്തിൽ വരിക, അതായത് എവിടെ സാർ? ഇവിടെ അല്ല. ഒന്ന് ഇത് ലഗ്നം. അപ്പൊ ഇത് 8-ൽ വന്നില്ലേ? രവി 8-ൽ വന്നു. പിന്നെ എവിടെ വരാം? ഇവിടെ വന്നാലോ? ഇവിടെ വന്നാല് ഇത് 8-ൽ വന്നു അല്ലേ? പിന്നെ ഇത് 8-ൽ വരണമെങ്കിലോ ഇവിടെ വരണ്ടേ? ഇവിടെ ലഗ്നം വരിക. അപ്പൊ ഇത് 8-ൽ വരും. അപ്പൊ ഏതൊക്കെ ലഗ്നം വരാ? വൃശ്ചികം, മിഥുനം, ഏതാ? കർക്കിടകം അല്ലേ? വൃശ്ചികം, മിഥുനം, കർക്കിടകം വരികയും ലഗ്നം വരികയും ശനിയോ രവിയോ അവരുടെ സ്വന്തം ക്ഷേത്രത്തിൽ അഷ്ടമായിട്ട് വരികയും ചെയ്താല് അല്ലേ? വരില്ല. അല്ല, ഇത് നേരത്തെ എഴുതി വെച്ചാ. സോറി സോറി, ഇത് 2 ഇത് 3. സോറി മിസ്റ്റേക്ക്. അതേ വരുള്ളൂ, മറ്റൊരു വരുമോ? 7-ആയിട്ടല്ലേ വരുള്ളൂ. ഇതല്ലേ സാറേ? കുംഭം 7-അല്ലേ? അതേ ശരിയാണ്, കുംഭം 7-അല്ലേ വരുള്ളൂ. സാറേ കുംഭത്തിന്റെ അല്ല, കുംഭത്തില് കുംഭത്തില് ശരിയാണ്. ഇത് 7ആണ്. അപ്പൊ ഇവിടെ രവിയാനോ അല്ലേ? ഇവിടെ രവിയാണ്.
പക്ഷെ അവിടെ എന്തായാലും ഈ സ്വക്ഷേത്രം ആവില്ലല്ലോ. സ്വക്ഷേത്രം ആവില്ല. ഞാൻ സ്വക്ഷേത്രം മാർക്ക് ചെയ്ത എനിക്ക് ഒരു ക്ഷേത്രമല്ലേ. ആ ഒരു ക്ഷേത്രമുള്ളൂ, ഒരു ക്ഷേത്രമുള്ളൂ. അപ്പൊ ഇത് ലഗ്നമാണെങ്കിൽ വരും അല്ലേ, ഇങ്ങനെ വരും. ഇത് ലഗ്നമാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ മിഥുനം ലഗ്നമാവുകയും ശനി മകരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കർക്കിടക ലഗ്നമാവുകയും ശനി കുംഭത്തിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ മകരം ലഗ്നമാവുകയും രവി സിംഹത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വന്ധ്യാതി ദോഷം പറയുന്നു. കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നു. രവി, ചന്ദ്രൻ, വ്യാഴം, കുജൻ ഈ ഗ്രഹങ്ങൾ അഷ്ടമത്തിലോ ലഗ്നത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ ശനിയോടൊപ്പം അഷ്ടമത്തിൽ വരിക. രവി, ചന്ദ്രൻ, വ്യാഴം, കുജൻ ഈ ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ പോവുക. അഷ്ടമത്തിലോ ലഗ്നത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ ശനിയോടൊപ്പം അഷ്ടമത്തിൽ വരിക. അങ്ങനെ പറയാം സാറേ. രവി അഷ്ടമത്തിൽ വരുന്ന കേസ് നമ്മൾ പറഞ്ഞു. ചന്ദ്രൻ അഷ്ടമത്തിൽ വന്നാൽ, 8ാം ഭാവത്തിൽ വന്നാൽ പ്രശ്നമാണ്. വ്യാഴം സന്താനകാരകനാണ്, വ്യാഴം വന്നാലും അഷ്ടമത്തിൽ വന്നാൽ പ്രശ്നമാണ്. കുജൻ 8ൽ വന്നാലും പ്രശ്നമാണ്. അത് ശനിയുടെ സൂര്യൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ശനിയുടെയും സൂര്യൻ്റെയും കേസിൽ സ്വക്ഷേത്രത്തിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം. സ്വക്ഷേത്രത്തിൽ അവരുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അത് തന്നെ അഷ്ടമാധിപതി അഷ്ടമത്തിൽ വന്നു, അഷ്ടമം സ്ട്രോങ് ആയി അവരുടെ കേസിൽ, സൂര്യൻ്റെയും ശനിയുടെയും കേസിൽ. കേട്ടോ, ഇവിടെ രവി, ചന്ദ്രൻ, വ്യാഴം, കുജൻ ഈ ഗ്രഹങ്ങൾ അഷ്ടമത്തിലോ ലഗ്നത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ ശനിയോടൊപ്പം അഷ്ടമത്തിൽ വരിക. അതും വന്ധ്യാതി യോഗമാണ്. ധനു അല്ലെങ്കിൽ മീനം രാശി 5ാം ഭാവമാവുക, അവിടെ 3ലധികം പാപികൾ വരിക. അവിടെ പ്രശ്നമാണ്. ധനു അല്ലെങ്കിൽ മീനം 5ാം ഭാവമാവുക. വൃശ്ചികലഗ്നം വരിക, അപ്പോൾ ധനു 5ാം ഭാവം. ഇത് ലഗ്നം വന്നാൽ 5ാം ഭാവം, ഇത് 5ആവും അല്ലേ. അവിടെ 1ലധികം ഗ്രഹങ്ങൾ വരും. ഇത് ലഗ്നം വന്നാൽ ഇത് 5ആവും. അപ്പൊ ഇത് മീനം 5ആയി, ഇത് ധനു 5ആയി. ഇവിടെ എന്ത് വരണം? 3ലധികം പാപഗ്രഹങ്ങൾ വരണം. 3ലധികം. അതെ അതെ. വ്യാഴത്തിന്റെ ക്ഷേത്രം 5ാം ഭാവം വരുന്നതിന്റെ സന്താനത്തിന് ദോഷമാണ്. വ്യാഴമുള്ള സന്താന ഭാവത്തിൽ തന്നെ ദോഷമാണ്. ഇത് കൂടാണ്ട് ദൃഷ്ടിയും കൂടി 2-3 ഗ്രഹങ്ങളേ ഉള്ളൂ. 2 ഗ്രഹത്തിന്റെ ദൃഷ്ടി വന്നാലും ആ ഭാവം അഫ്ലിക്റ്റഡ് ആയല്ലോ. 2 പാവന്മാരുടെ ദൃഷ്ടി വന്നപ്പോൾ അവിടെ പാവന്മാർ വന്ന് നിൽക്കുകയോ നോക്കുകയോ ചെയ്താലും മതി. സാറേ അതെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാഴത്തിന്റെ സ്വന്തം ക്ഷേത്രം കൂടി ആയപ്പോഴേ അത് കൂടുതൽ ഇതായില്ലേ. കാര്യം ഭാവകാരകന്റെ ക്ഷേത്രമാണ്. സാർ ഇങ്ങനെ ഒരു കേസിൽ ഗുരു ഉച്ചത്തിൽ വന്നാലോ എന്തെങ്കിലും കാരണവശാൽ അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വഴി ഉണ്ടാവൂലേ? ഗുരു ഉച്ചത്തിൽ ചാൻസ് ഉണ്ട്. പക്ഷേ ഗുരു ഭാവമായിട്ട് ബന്ധം വരുന്നില്ലല്ലോ. ബന്ധമില്ല. ഗുരു ഉച്ചത്തിൽ വന്നിട്ട് കാര്യമില്ല, ആ ഭാവമായിട്ട് ബന്ധമില്ല. ഒരു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നാൽ മീനത്തിന് ഗുണം കിട്ടും. അതായത് ഗുരു ഇവിടെ വരികയാണെങ്കിൽ അവിടെ ഗുണം കിട്ടും. ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്, ഇവിടെ കിട്ടൂല. ഇവിടെ 3 പാപന്മാർ വന്നാലും ഗുരു വൃക്ഷത്തിലാണെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവിടത്തേക്ക് കിട്ടില്ല. ഇവിടെ 2 ഇതാണ്. ഒന്നത് ഗുരുവിന്റെ ദൃഷ്ടി അല്ലേ, ഗുരുവിന്റെ ദൃഷ്ടി വന്നു. പിന്നെ 2 ഗുരുവിന്റെ ദൃഷ്ടി ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടില്ല. ഇവിടെ ഗുരുവിന്റെ സന്താനകാരകന്റെ ദൃഷ്ടിയും വന്നു. സന്താനകാരകൻ മാത്രമല്ല, ഗുരു ഇവിടെ 5ാം ഭാവാധിപനും കൂടിയാണ്. 5ാം ഭാവാധിപനും കൂടിയാണ്. അപ്പൊ ഗുരുവിന്റെ ദൃഷ്ടി വന്ന മീനൻ രാശിക്കാർക്ക് രക്ഷയുണ്ട്. ധനുവിന് രക്ഷയില്ല. ധനുവിന് പക്ഷെ ഗുരുവിന്റെ ദൃഷ്ടി കിട്ടില്ല. കാര്യം ഗുരുവിന്റെ ദൃഷ്ടി എങ്ങോട്ടൊക്കെയാ? 5, 7, 9. 5, 7 എല്ലാവർക്കും ഉണ്ടല്ലോ. 5, 7, 9 അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 5, 7, 9
ഈ പോയിന്റ് നമ്പർ 6 പറഞ്ഞിട്ടുണ്ട് രവി ചന്ദ്രൻ വ്യാഴം പൂജൻ ഇത് അഷ്ടമത്തിലെത്തും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ധനു ലഗ്നത്തിൽ 8 ഗുരുന എക്സോൾട്ടഡ് അല്ലേ, അപ്പോൾ ഈ റൂള് ആപ്ലിക്കബിൾ ആവും? ആവില്ലല്ലോ. എക്സോൾട്ടഡ് ആവുമ്പോൾ ക്യാൻസൽ ആവൂല. ഇത് നമ്മൾ ജനറൽ കുറച്ച് കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ രാശി നോക്കണം, പക്ഷേ ഈ പറയുന്ന പോലെ പൊതുവെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇടത്തിലേക്ക് പോകും. അപ്പോൾ ഇത് അത്ര വലിയ സീരിയസ് ആയി എടുക്കേണ്ട കാര്യം അതും കൂടി നോക്കണം. അതായത് ഇത് ജനറൽ ഉള്ള അങ്ങനെയല്ല നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ 12 കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടി വരില്ലേ? ഓരോന്നും എടുത്ത് പറയേണ്ടി വരും. ചൊവ്വ ഇവിടെ നിൽക്കുന്നു, ചൊവ്വ ഇവിടെ നിൽക്കുന്നു, ചൊവ്വ ഇവിടെ നിൽക്കുന്നു. ഇൻഡെപ്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. അത് പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അത് എപ്പോഴും അപ്ലൈ ചെയ്യുക. ഏത് ഗ്രഹമാണെങ്കിലും അവർ നിൽക്കുന്നത് അവരുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ, അതായത് ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട്ടിലോ എനിക്കിഷ്ടമുള്ള പാർട്ടി സ്പേസിലോ, മനസ്സിലായില്ല, സ്വക്ഷേത്രം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മിത്രക്ഷേത്രം, അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ വീട്, അല്ലെങ്കിൽ ഞാൻ പാർട്ടി ചെയ്യുന്ന സ്ഥലം, അതായത് എൻ്റെ ഉച്ചക്ഷേത്രം, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് പ്ലേസ്, അതായത് മൂലത്രികോണം, ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ കംഫർട്ടാണ്, ഞാൻ അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. ഓക്കെ. പാപയുക്തനായി പാപനവാംശകം ചെയ്ത ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുക. പാപയുക്തനായി ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ തന്നെ ചന്ദ്രൻ നിൽക്കുക, ഒരു പാപനും കൂടെ ഉണ്ടാവുക. പാപനവാംശകം ചെയ്ത എന്ന് പറഞ്ഞാൽ എന്താ സാറേ? പാപനവാംശകം ചെയ്ത ചന്ദ്രൻ പാപയുക്തനായി പാപനവാംശകം, പാപയുക്തനായി പിന്നെ പാപം തന്നെ നവാംശകത്തിലും പാപനായിട്ട് നവാംശത്തിലും പാപനായിട്ട് നിൽക്കുക അല്ലേ? ബേസിക്കലി പറയുന്നത് ചന്ദ്രൻ ലഗ്നത്തിൽ പാപനോട് ചേർന്ന് നിൽക്കുക, ചന്ദ്രൻ നവാംശത്തിലും പാപനോട് ചേർന്ന് നിൽക്കുക, അതല്ലേ സംഭവം? അതായത് ചന്ദ്രന് ലഗ്നത്തിലും രക്ഷയില്ല, നവാംശത്തിലും രക്ഷയില്ല. രണ്ട് സ്ഥലത്തും രക്ഷയില്ലെങ്കിൽ ഈ സംഭവം നടക്കാം. അപ്പോൾ വന്ധ്യാദി ദോഷങ്ങൾ ഉണ്ടാകും. അഷ്ടമത്തിൽ വ്യാഴനോ ശുക്രനോ നിൽക്കുക. കാര്യം അഷ്ടമം നമുക്കറിയാം ഏറ്റവും, അതായത് 9ാം ഭാവാധിപം ഏറ്റവും നല്ല ഭാവമാണെങ്കിൽ 8ാം ഭാവമാണ് ഏറ്റവും മോശം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാവം. ആ അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ, സന്താനകാരകൻ നിന്നാൽ പ്രശ്നമാണ്. ആ അഷ്ടമത്തിൽ ശുക്രൻ ഞാൻ നേരത്തെ പറഞ്ഞു, ശുക്രൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫെർട്ടിലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശുക്രനാണ്. അപ്പോൾ സന്താനം ഉണ്ടാവുകയുള്ളൂ. നിൽക്കുക. അല്ലെങ്കിൽ 5, 7 ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുക. 5ാം ഭാവാധിപൻ അല്ലെങ്കിൽ 7ാം ഭാവം, അതിൽ ചൊവ്വ നിൽക്കുക. അഥവാ ആ ഭാവങ്ങൾക്ക് കുജദൃഷ്ടി പതിക്കുക. അല്ലെങ്കിൽ 5, 7 ഭാവങ്ങൾക്ക് രാഹുയോഗം വരിക എങ്കിൽ മൃതസന്താന യോഗം ഭവിക്കുന്നു. അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴവും ശുക്രനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞു. 5 കുജൻ നിന്നാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോഴേ ഇവിടെ 7 പറയുന്നുണ്ട്. 7 കുജൻ നിന്നാൽ സന്താന യോഗം കുറവാണ്. രാഹുയോഗം വന്നാലും അതെ, രാഹുയോഗം വന്നാൽ മൃതസന്താന യോഗം, മരിച്ച ഉടനെ കുട്ടി മരിക്കാനുള്ള യോഗം. അതിൽ രാഹുവും ചൊവ്വയും കൂടി 5ാം ഭാവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. അതിനെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിലെങ്ങാനോ സർപ്പദോഷമായിട്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതായത് 5ൽ രാഹു മാത്രം നിൽക്കുകയാണെങ്കിൽ സന്താനമൊക്കെ ഉണ്ടാകും, സന്താനം കൊണ്ടുള്ള ദുരിതവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ 5ൽ രാഹു നിൽക്കുന്നു, ചൊവ്വയായിട്ട് ബന്ധം കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കടുത്ത ദോഷത്തിലോട്ട് പോയി. അവിടെ മൃതസന്താനമോ അല്ലെങ്കിൽ ഈ പറയുന്ന സന്താനനാശമൊക്കെ സംഭവിക്കാം, സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കാം. സർപ്പദോഷമായിട്ടാണ് നമ്മൾ പറയുന്നത് അതിന്. ഇനി പൊരുത്തങ്ങൾ. അരമണിക്കൂറും കൂടി ഉണ്ട്. അരമണിക്കൂറുണ്ട്. ഈ സർപ്പദോഷത്തിന് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. ഈ സർപ്പദോഷത്തിന് സാധാരണ നമ്മൾ എന്താ പരിഹാരം ചെയ്യാറ്? അത് രാഹു അല്ലേ? ശരിയാണ്. സർപ്പബലി. ഇവിടെ നമ്മളിപ്പം ഈ സന്താനം സർപ്പദോഷമൊക്കെ പറഞ്ഞിപ്പം കുജന്റെ കാര്യം പറഞ്ഞല്ലോ. കുജനെ റെപ്രസെന്റ് ചെയ്യണ ആരാ? സുബ്രഹ്മണ്യനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സർപ്പദോഷത്തിന്? സുബ്രഹ്മണ്യനായിട്ട് ഭയങ്കര ബന്ധമല്ലേ? മയില് ചവിട്ടി പിടിച്ചേക്കാൻ കണ്ടിട്ടില്ലേ? നാഗരൂപം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സർപ്പദോഷത്തിന്
ഏറ്റവും നല്ല പരിഹാരങ്ങളിലൊന്നാണ് സുബ്രഹ്മണ്യം. മംഗലാപുരത്ത് നിന്ന് കുറച്ചൊരു 100 കിലോമീറ്റർ പോയാൽ കൂക്കി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. സുബ്രഹ്മണ്യപുരം എന്ന് പറയും. സുബ്രഹ്മണ്യപുരം സർപ്പദോഷത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് സുബ്രഹ്മണ്യപുരം. സുബ്രഹ്മണ്യം കുറേ നാൾ സർപ്പമായിട്ട് കഴിഞ്ഞ കാര്യം അറിയാമോ? സുബ്രഹ്മണ്യം കുറേ നാൾ സർപ്പമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാമ്പായിട്ട്, പാമ്പിൻ്റെ രൂപത്തിൽ പാമ്പായിട്ട് ബ്രഹ്മാവിൻ്റെ ശാപം കിട്ടിയതിന് ശേഷം. സുബ്രഹ്മണ്യപുരം ഈ പെരളശ്ശേരി എന്ന് പറഞ്ഞ അമ്പലം കേട്ടിട്ടുണ്ട്. പെരളശ്ശേരി കണ്ണൂർ. പെരളശ്ശേരി കണ്ണൂർ. തലശ്ശേരി ധർമ്മടം, ധർമ്മടത്തിനടുത്ത് അവിടെ ഇതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. പക്ഷേ ഈ സർപ്പദോഷത്തിനുള്ള പരിഹാരങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട് പെരളശ്ശേരി. പെരളശ്ശേരിയിൽ എല്ലാ ദിവസവും സർപ്പബലി നടക്കും. എല്ലാ ദിവസവും നിസാര പൈസയുള്ളൂ, 100-150 രൂപ സർപ്പബലി. സന്താന ദുരിതം മാറ്റാനുള്ള കേരളത്തിലാണെങ്കിൽ പെരളശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്ട്. മറ്റേത് ധർമ്മടം കഴിഞ്ഞ അടുത്ത് 2 കിലോമീറ്റർ ധർമ്മടത്തിന്. മറ്റേത് മംഗലാപുരത്ത് ഒരു 100 കിലോമീറ്റർ പോകണം. സുബ്രഹ്മണ്യപുരം ആ ധർമ്മശാലയൊക്കെ പോണ റൂട്ടിലാണ്. മൂകാംബിക പോണ റൂട്ടല്ല, കുക്കി എന്ന് പറയും. കുക്കി കുക്കിയാണ് ഈ ഇതിന്റെ പോലും, അതായത് പെരളശ്ശേരിയുടെ പോലും ഒരു ഒറിജിൻ എന്ന് പറയുന്ന സാധനം ഇല്ലേ. നാഗസുബ്രഹ്മണ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ട്. സുബ്രഹ്മണ്യം ബെസ്റ്റാണ് സർപ്പദോഷത്തിനും സർപ്പവിഹാരത്തിനും. അത് ഈ കുക്കിയിൽ പോയി സർപ്പബലി, അല്ലെങ്കിൽ പെരളശ്ശേരിയിൽ സർപ്പത്തിന്റെ ഇതും മുട്ടയും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. മുട്ട കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഞാൻ പോയ ബേസിക്കലി നമുക്ക് ഇതേ അറിയുള്ളൂ. അതായത് എന്താ പറയുക, ആരാധന, നാഗദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകൾ നമുക്ക് അറിയുള്ളൂ. ഈ സുബ്രഹ്മണ്യനായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ആമേടയിൽ സപ്തമാതൃക്കളായിരിക്കണത് കണ്ടിട്ടില്ലേ? സപ്തമാതൃക്കളാണ് ആമേടയിൽ. കർണാടകയാണ് സുബ്രഹ്മണ്യപുരം. അതെ 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജ്യോതിഷത്തിന്റെ ടെക്സ്റ്റുകൾ നമ്മൾ പരാശരൻ തൊട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്. പരാശരന് മറ്റു കാര്യങ്ങൾ അവരൊക്കെ ഋഷിമാരായിരുന്നു. ഭൃഗുവൊക്കെ ഋഷിയായിരുന്നു. ഓക്കെ, ഭൃഗു ഋഷിയാണ്, പരാശരൻ ഋഷിയാണ്. ഇതിന് മുമ്പൊരു സാധനമുണ്ട്, അതായത് ശിവൻ ഉപദേശിച്ചതുണ്ട്. എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതേപോലെ തന്നെ ഈ സുബ്രഹ്മണ്യൻ ഉപദേശിച്ച ടെക്സ്റ്റ് ഉണ്ട്, ഇന്നും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പം അവരകാണ് അത് ഈശ്വരന്മാർ പറഞ്ഞ ജ്യോതിഷമാണ്. ഈശ്വരന്മാർ പറഞ്ഞ ജ്യോതിഷമുണ്ട്. അതിനുശേഷമാണ് ഋഷിമാർ പറഞ്ഞ ജ്യോതിഷം. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ഇപ്പൊ സാറിന്റെ ജ്യോതിഷം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജ്യോതിഷം. അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ജ്യോതിഷത്തിന്റെ ഗുരുവാര സുബ്രഹ്മണ്യൻ. ആ ജ്യോതിഷത്തിന്റെ ഗുരു. അപ്പോൾ സുബ്രഹ്മണ്യനെ പ്രീതി ഉണ്ടെങ്കിൽ ജ്യോതിഷം നന്നായിട്ട് കഴിയാറ് ഇല്ലേ? അത് കഥ അറിയാമല്ലോ. സ്കന്ദഹോര എൻ്റെ പേര്. സുബ്രഹ്മണ്യൻ ജ്യോതിഷം പഠിച്ചത് അറിയില്ലേ? ഫുള്ളായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുക. സുബ്രഹ്മണ്യൻ ജ്യോതിഷം പഠിച്ച് അവസാനം അപ്ലൈ ചെയ്ത് എവിടെയാ? അത് അമ്മയുടെ അടുത്ത് അപ്ലൈ ചെയ്തതല്ലേ? ഇത് കേട്ടില്ലേ? അതാണ് ജ്യോതിഷം തർക്കശാസ്ത്രമാവട്ടെ എന്ന് പറഞ്ഞ് ശാപം കിട്ടിയാണ്. നമ്മൾ രണ്ടുപേരും ജ്യോതിഷന്മാരാണെങ്കിൽ കേട്ടു ആർഗ്യുമെന്റ് വിത്ത് ഇപ്പോൾ സാധി ചോദിക്കുന്നില്ലേ, അതൊരു തർക്കശാസ്ത്രം. അപ്പോൾ അപ്പോഴേ അതിൻ്റെ പൂർണ്ണ ഫലം വരുന്നത്. അത് സുബ്രഹ്മണ്യൻ എല്ലാം പഠിച്ചു, ജ്യോതിഷം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വേറെ ഒന്നും പഠിക്കാൻ ബാക്കിയില്ല. അത് തന്നെ അപ്ലൈ ചെയ്തു. അത് അമ്മയുടെ മേലെയാണ് അപ്ലൈ ചെയ്തത്. അമ്മയുടെ മേലെ അച്ഛന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അമ്മയുടെ ഇന്ന സ്ഥലത്ത് മറുകുണ്ടെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു. അപ്പോൾ ശിവന് കോപം വന്നു, അശുവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പാർവതി കാല് പിടിച്ച് പറഞ്ഞു അങ്ങനെ പറയരുത്, അപ്പോൾ ഇതൊരു തർക്കശാസ്ത്രമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തർക്കശാസ്ത്രമായത്. തർക്കത്തിൽ കൂടിയേ ജ്യോതിഷം വിജയിക്കുള്ളൂ. ഒരാളിപ്പോൾ ചോദിക്കുക അതെന്താ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ബുദ്ധി വരും. കൂടുതൽ ഇതിനകത്ത് ഡെപ്തിലേക്ക് പോകുള്ളൂ. നമ്മളൊരാൾ ആർഗ്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻ്റ് ചെയ്യുന്ന ആൾ മോശക്കാരല്ല, ആർഗ്യുമെൻ്റ് ചെയ്യുന്ന ആൾ നല്ല ആളാണ്. ദെൻ ഓൺലി വി വിൽ കം ടു ദ നല്ല ഒറിജിനൽ കാര്യം പറ്റുള്ളൂ. ആ ശാപമാണ് സുബ്രഹ്മണ്യനെ ഭഗവാൻ ശപിച്ചതിൻ്റെ ശിക്ഷയാണത്. തർക്കശാസ്ത്രമാവട്ടെ, തർക്കത്തിൽ കൂടെ വിജയിക്കട്ടെ. നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണമെങ്കിൽ അല്പം ജ്യോത്സ്യം അറിയുന്ന ഒരാളെയും കൂടി കൊണ്ടുപോകും. പുള്ളി ചോദിക്കുക എന്താ അങ്ങനെയെന്ന് ചോദിക്കും. അപ്പോഴാണ് കാര്യം. ഒന്നും അറിയാത്ത ഒരാൾ ജ്യോത്സ്യനാണെങ്കിൽ ജ്യോത്സ്യൻ എന്തും പറയാം, തിരിച്ചു ചോദിക്കാൻ ആളില്ല. ഞാനൊരു തെറ്റ് പറഞ്ഞാൽ ആ തെറ്റ് തന്നെ.
അതുപോലെ ഇതില്ലേ ഗ്രൂപ്പ് അമ്പലത്തിൻ്റെ മറ്റേ പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നില്ലേ, ഗ്രൂപ്പ് ഫസ്റ്റുള്ള രസമായിരിക്കും. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതെന്താണ് അങ്ങനെ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അടുത്ത ആൾ അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് തർക്കമായി. പിന്നെ ഫൈനലി അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരും, കാര്യം ഉരുത്തിരിഞ്ഞ് വരും. ഒരുപാട് പോസിബിലിറ്റീസ് ആണ്, ഒരുപാട് പ്രോബബിലിറ്റീസ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 പേര് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായൊരു ആൻസർ കിട്ടും. അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ കൾച്ചർ ശരിക്കും ഇങ്ങനെയാണ്. അതായത് ഒരാൾ പഠിക്കുക മറ്റേ പഠിക്കുക എന്നുള്ള രീതിയിലല്ല. ഒരു പഴയൊരു കേട്ടില്ലേ, മറ്റേ സഹനാവതു സഹനോ ഗുണത്തു സഹവീര്യം കരവാവഹേ എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്നല്ല, ഒരു നമുക്ക് ഒരുമിച്ച് ഗുരു ആവണമെങ്കിൽ മുമ്പിൽ ആൾ വേണം അല്ലേ, അല്ലെ വെറുതെ ഗുരുവാകാൻ പറ്റും. ചോദിക്കുന്ന വെച്ചാൽ മാത്രമേ ഗുരുവിന് കഴിവുണ്ടാവൂ. അല്ലാതെ എല്ലാ പൊട്ടന്മാരും മുമ്പിൽ ഇരുന്നിട്ട് ഒരു ഗുരുവാകും. ഒരാൾ മുമ്പിലിരിക്കുന്ന ആൾ ബുദ്ധി ഉണ്ടെന്ന് ഗുരു മനസ്സിലാക്കണം. അങ്ങനെയാണ് ഗുരു. ഇവിടെ മുമ്പിലിരുന്ന ആൾ എല്ലാം അറിയുന്ന ആളല്ല, മുമ്പിലുള്ള ആളാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാലേ ജ്യോതിഷം വരും. നമ്മളെല്ലാവരും ഈക്വലാണ്. ഒരാൾ കുറച്ചുകൂടെ ഒരാളിരിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ലീഡർ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എല്ലാവരും ഒന്നുമില്ല, എല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവ് പുറത്തു വരണമെങ്കിൽ ചോദിക്കണം. അപ്പോൾ ആർഗ്യുമെൻ്റ് വരും, അപ്പം കറക്റ്റ് വരും. ശരിക്കും എന്താണെന്നറിയോ, നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ ഇതിലിപ്പോൾ വേറൊരു സാധ്യത നമ്മൾ കാണുകയാണെങ്കിൽ അത് അപ്പം നിങ്ങൾ പറയണം. അത് പറയണം, മനസ്സിലായോ? അത് തെറ്റാണ്. അപ്പം നമുക്കൊരു പുതിയ പോയിന്റും കൂടി കിട്ടും. അതായത് അതിങ്ങനെ ആയിക്കൂടെ, അതിങ്ങനെ ആയതുകൊണ്ടായിരിക്കില്ലേ. നമ്മൾ നേരത്തെ ലോജിക്കിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതേപോലെ പരമാവധി ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഈ സാധനം ഇരിക്കും. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ കാണാപ്പാടം, അല്ലെങ്കിൽ പിന്നെ ഒരു വഴി പഠിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ഐഡിയാസ് വരണമെന്നതിൽ പഠിക്കുന്ന ആൾ ചോദിക്കും, തിരിച്ചു കഴിക്കണം. അപ്പോഴേ കാര്യം വരുന്നത്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, താലങ്ങും വെല്ലം കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക, എടുക്കുക, ഫലം പറയുക, അയാൾ പറയും തെറ്റാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കും, പിന്നെ ഒരിക്കലും മറക്കൂല. നോക്കി കുട്ടികൾ ഉണ്ടാവില്ല, എനിക്ക് 5 കുട്ടികളുണ്ട്. ഒപ്പം തന്നെ ഓ ശരി മനസ്സിലായി. അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അയാൾ വരില്ല. പക്ഷെ സാറിനൊരു കാര്യം അറിയോ, ഒരു 25 ജാതകം സാർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, 26ാമത്തെ ജാതകം സാർ ഇങ്ങനെ നിസാരമായിട്ട് പറഞ്ഞോളൂ. അതാണ്, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു ജാതകത്തിൽ, ഒരു കുട്ടിയുടെ ജാതകത്തിൽ 3 ഗുളികൻ വന്നാൽ താഴെ കുട്ടികളുണ്ടാവില്ല. പക്ഷേ താഴെ കുട്ടികളുണ്ടാവും. തൊട്ട് താഴെയുള്ള കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും. അത് വേഗം കുട്ടി ഉണ്ടാവും. മിസ്കാരേജ് ആവാം, മരിക്കണമെന്നില്ല, മിസ്കാരേജ് ആവും. അതിന് അത് കഴിഞ്ഞിട്ട് 3 ഗുളിക വന്നാൽ എൻ്റെ ജാതകത്തിൽ 3 ഗുളികയാണ്, എൻ്റെ താഴെ കുട്ടികളില്ല. അതേമാതിരി ഏതൊക്കെ ജാതകം നോക്കിയാലും തൊട്ട താഴെ കുട്ടികളുണ്ടാവില്ല, 3 ഗുളികകളാണ്. ഒരു കുട്ടി പോയിട്ട് എബോർഷനോ എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ താഴെ വേറെ കുട്ടി ഉണ്ടാവും. അപ്പം അത് ഇങ്ങനെ തിരിച്ചു ചോദിച്ചാലേ പറയാൻ പറ്റും. 3 ചൊവ്വയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. ചൊവ്വയാണ് പറയാം, സന്താനകാരകനായ ചൊവ്വ. മൂത്ത കുട്ടിയുടെ ജാതകത്തിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ജാതകത്തിൽ 3 ചൊവ്വയാണെങ്കിൽ ആ കുട്ടിയുടെ താഴെ വേറെ സന്താനം ഉണ്ടാവില്ല എന്ന് പറയും, ഉറപ്പായിട്ട് പറയും. പിന്നെ ഒരു കുട്ടി നശിച്ചു പോയിട്ട് പിന്നെ വേറൊരു കുട്ടി ഉണ്ടാവും. മേജർ കേസ് അങ്ങനെയാണ്. അബോർഷനും മിസ്കാരേജും ആണ് കൂടുതൽ സാധ്യത. അബോർഷനും മിസ്കാരേജാണ് ചൊവ്വ സന്താനം. ചൊവ്വയുടെ സ്വഭാവം അതാണ്. 3 ഗുളിക നിന്നാലും ചൊവ്വ നിന്നാലും കുട്ടിയുടെ അതായത് എന്റെ ജാതകത്തിൽ 3 ചൊവ്വ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 3 ഗുളിക നിൽക്കുകയാണ്, എനിക്ക് താഴെ സന്താനം ഉണ്ടാവില്ല. കുട്ടി, അത് എനിക്ക് അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടാവില്ല. 3 സിബ്ലിങ്സ് അല്ലേ, അങ്ങനെ നോക്കണം. രാഹുവിന്റെ കൂടി ബന്ധം വന്നാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയി. കേതു ചൊവ്വ ഈക്വൽ. ഇനിയാണ് നമ്മൾ ക്ലാസ്സിൽ എന്ത് സംശയം വന്നാലും എന്താകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറയാം, വളരെ ഓപ്പണായിട്ട് പറയാം. എന്നാലേ കാര്യങ്ങൾ നടക്കും. കാര്യം നമുക്കിപ്പം നല്ല സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സാണ്. അപ്പം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസ്സായിരുന്നു. വിഷ്ണു, ഈ ക്ലാസ്സിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, രണ്ടും കിട്ടുന്നത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സീരിയസ് ആയിട്ട് അതെ നമ്മളത് ശരിക്കും പഠിച്ചു പോകണം. നമ്മൾ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ഈ എല്ലാ പ്ലാനറ്റുകളുടെയും ആ കാരകത്വം നമ്മൾ മനസ്സിലായില്ല. ഇപ്പം വ്യാഴം എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സൂര്യൻ എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അത് നമ്മുടെ മനസ്സിൽ ശരിക്കും വേണം. കാര്യം ഒരു ജാതകത്തിൽ
ഒരു ഗ്രഹം നിങ്ങളുടെ ഒരു ഭാവാധിപനായിരിക്കും, 9ാം ഭാവാധിപൻ, 8ാം ഭാവാധിപൻ, 10ാം ഭാവാധിപനായിരിക്കും. അതൊരു പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കുന്നു, 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 9ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാൾ മുമ്പ് ഏത് പ്ലാനറ്റാണോ നിൽക്കുന്നത് ആ പ്ലാനറ്റിൻ്റെ സ്വഭാവം കാണിക്കുന്നത് ആരും ഓർക്കണം. മനസ്സിലായോ? കാര്യം സൂര്യൻ നിങ്ങളുടെ 9ാം ഭാവാധിപൻ ആവുന്നതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ സൂര്യൻ 2ൽ നിൽക്കുമ്പോൾ ആദ്യം സൂര്യൻ 2ൽ നിൽക്കുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ 9ാം ഭാവാധിപൻ നിൽക്കുന്ന എഫക്റ്റ് വരുള്ളൂ. കാര്യം നിങ്ങൾ സൂര്യൻ ഉണ്ടായതിനു ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഉണ്ടായ ആളാണ്. എല്ലാ പ്ലാനറ്റും അതിൻ്റെ സ്വഭാവം കാണിക്കും. ശനി ഇപ്പം 5ാം ഭാവാധിപനായിരിക്കും, പക്ഷെ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ 5ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ശനി ലഗ്നത്തിൽ നിൽക്കുന്നതിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കും. ഇല്ലില്ല, ഒരാളില്ല. സാറില്ല, വിളിച്ചായിരുന്നു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്യാവശ്യം ഒരു കാര്യമുണ്ട് എല്ലാം. എല്ലാവരും നോക്കുക. ശരി, ഇനി നമ്മൾ പൊരുത്തം എന്ന് പറഞ്ഞ വിഷയത്തിലോട്ട് വരിക. പൊരുത്തം നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഫിനിഷ് ചെയ്യാം. പൊരുത്തം നമുക്ക് സാധാരണ അറിയാവുന്ന പൊരുത്തം ഏതാ? അടുത്ത പ്രാവശ്യം പഞ്ചാംഗം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പഞ്ചാംഗത്തിലാണ് നമ്മൾ പൊരുത്തം നോക്കുന്നത്. പഞ്ചാംഗത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും നക്ഷത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് പൊരുത്തം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ പേജ് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അല്ല സാറേ, 8 പൊരുത്തോ 5 പൊരുത്തം 6 പൊരുത്തം എന്നൊക്കെ പറഞ്ഞു. മൊത്തം 10 പൊരുത്തമാണ്. സ്ത്രീ ബേസ് ആയിട്ടാണ് പൊരുത്തം നോക്കുന്നത്. സ്ത്രീയുടെ കൂറ് നോക്കിയിട്ട് പുരുഷൻ്റെ കൂറിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. സ്ത്രീക്ക് പറ്റിയ പുരുഷൻ, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീക്ക് പറ്റിയ പുരുഷൻ, അത് 10 പൊരുത്തമുണ്ട്. അത് 8 പൊരുത്തങ്ങളും 2 ദോഷങ്ങളുമാണ്. 8 പൊരുത്തങ്ങൾ ഉണ്ടാവുക, 2 ദോഷങ്ങൾ ഉണ്ടാകാനും പാടില്ല. പക്ഷേ 10 പൊരുത്തം ഒരാൾക്കും കിട്ടില്ല. മിനിമം ഒരു 5 പൊരുത്തെങ്കിലും വേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. വിവാഹ വിഷയത്തിൽ നക്ഷത്രം കൊണ്ടും ജാതകം കൊണ്ടും പൊരുത്തങ്ങൾ നോക്കുന്നു. പൊരുത്തങ്ങൾ 28 വിധം ഉണ്ടെങ്കിലും പ്രധാനമായും 10 പൊരുത്തങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്ത്രീകളുടെ നക്ഷത്രത്തെ ആധാരമാക്കിയാണ് നക്ഷത്ര പൊരുത്തം ചിന്തിക്കേണ്ടത്. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. സ്ത്രീയുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. നക്ഷത്രം എന്ന് പറയുന്നത് എന്താ? ചന്ദ്രൻ നിൽക്കുന്നതിനെയല്ലേ നക്ഷത്രം എന്ന് പറയുന്നത്. അതിനല്ലേ നമ്മൾ കൂറെന്ന് പറയുന്നത്. ആ കൂറ് വെച്ചിട്ടാണ് ഇനി പൊരുത്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ലഗ്നാധിപനെ വെച്ച് ആലോചിക്കരുത്. ഓക്കെ, ലഗ്നാധിപനെ നമ്മൾ ഇനി മാറ്റി വെക്കുകയാണ്. ലഗ്നാധിപനെ മാറ്റി നിർത്തുക. ഇനി കൂറാണല്ല. കൂറെന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന ഏത് രാശിയാണോ അതിനെയാണ് കൂറെന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളുടെ നക്ഷത്രം ആധാരമാക്കിയാണ് നക്ഷത്ര പൊരുത്തം ചിന്തിക്കേണ്ടത്. 10 വിധത്തിലുള്ള പൊരുത്തങ്ങൾ ഏതൊക്കെയാണ്? രാശി, അതായത് രാശി പൊരുത്തം, പിന്നെ രാശ്യാധിപൻ, ദിനം, യോനി, വശ്യം, ഗണം, മഹേന്ദ്രം, സ്ത്രീ ദീർഘം എന്നിവ പൊരുത്തങ്ങളും മധ്യമരഞ്ജു, വേദം എന്നിവ ദോഷങ്ങളുമാണ്. സാർ നേരത്തെ പറഞ്ഞ 8 പൊരുത്തങ്ങളും 2 ദോഷങ്ങളും. അപ്പോൾ 8 പൊരുത്തങ്ങൾ വരണം, 2 ദോഷങ്ങൾ വരാൻ പാടില്ല, വരരുത്. ഓക്കെ, ഇനി ഈ 8 പൊരുത്തങ്ങളും വന്നാലും ഈ 2 ദോഷങ്ങൾ വന്നാൽ പോയി എടുക്കരുത്. ആ, രഞ്ജുവും ഈ വേദവും വേദദോഷം വളരെ സ്ട്രോങ് ആണ്. മധ്യമപുരുത്തം അത്യാവശ്യം എടുക്കാം, പക്ഷേ വേദപുരുത്തം ഒരിക്കലും എടുക്കാൻ. വേദദോഷമാണെങ്കിൽ അപ്പോഴേ തട്ടിക്കാം, വേണ്ടാന്ന് വേദം ആ വേദദോഷമുള്ളതാണെങ്കിൽ എടുക്കാം. വേദിച്ച് പോകുന്നത്. രാശിപ്പൊരുത്തം സ്ത്രീ ജാതകത്തിന് യോജിക്കുന്ന പുരുഷ ജാതകം നോക്കുന്നു. സ്ത്രീ ജാതകമാണ് അടിസ്ഥാനം. ചന്ദ്രരാശി നോക്കിയാണ് പൊരുത്തങ്ങൾ നോക്കുന്നത്. അതായത് നക്ഷത്രങ്ങൾ നോക്കിയാണ്. സ്ത്രീയുടെ കൂറിൽ നിന്നും, അതായത് സ്ത്രീയുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശി, സ്ത്രീയുടെ കൂറിൽ നിന്നും 1, 2, 3, 4, 5, 6 എന്നീ കൂറുകളിൽ ജനിച്ച പുരുഷൻ വർജ്യനാണ്. മനസ്സിലായോ? സ്ത്രീയുടെ നക്ഷത്രം നിൽക്കുന്ന രാശിയിൽ നിന്നും 1, 2, 3, 4, 5, 6 അതായത് ആ 6 രാശി വരെ ഉള്ള എന്നീ കൂറുകളിൽ ജനിച്ച പുരുഷൻ വർജ്യനാണ്. അതായത് പുരുഷന്റെ നക്ഷത്രം ഈ 6 വരരുത്. അതായത് ഇവിടെയാണ് സ്ത്രീയുടെ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ 1, 2, 3, 4, 5, 6 ഇത്രയും രാശികൾ. ഇതിന് എക്സംഷൻ ഉണ്ട്, അത് നമ്മൾ അടുത്ത് പറയും. എക്സംഷൻ വരാൻ 1, 2, 3, 4, 5, 6 ഈ രാശികളിൽ നിൽക്കുന്ന ഈ രാശികൾ ആവരുത് പുരുഷന്റെ നക്ഷത്രം. ഈ രാശികളോ നക്ഷത്രമോ അതെ, ആ മനസ്സിലായോ? അതായത് ഇതിലാണെങ്കിൽ ഏതൊക്കെയായിരിക്കും?
ആ ഇതിലോ മകീരം തിരുവാതിര പുണർന്നം പോയ ആയില്ല അല്ലേ. പിന്നെ ഇവിടെയോ മകം പൂരം ചിത്തിര. അപ്പൊ ഇത്രയും നക്ഷത്രങ്ങളാണ് പുരുഷൻ്റെങ്കിൽ എടുക്കാവോ? വർജ്യമാണ്. ഓക്കെ, അതിന് എക്സെപ്ഷൻ ഉണ്ട്, അത് പറയാട്ടോ. ഇത്രയും ആണെങ്കിൽ വർജ്യമാണ്, അത് ഓർക്കുക. ഇതാണ് നക്ഷത്രങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം. നിങ്ങൾ പേടിക്കണ്ട, പഞ്ചാംഗത്തിലെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എണ്ണേണ്ടി വരില്ല. ഓക്കെ, എങ്കിലും 1-ാം കൂറും 4-ാം കൂറും എടുക്കാവുന്നതാണ്. സാറേ ഞാൻ വിളിക്കാം സാറേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. അതെ, ഞാൻ വിളിക്കാം. ക്ലാസ് കഴിഞ്ഞ് ഉടനെ വിളിക്കാം. ഓക്കെ സാറേ. എന്നാലും 1-ാം കൂറും 4-ാം കൂറും എടുക്കാന്ന് പറഞ്ഞു. അതായത് ആ കൂറിൽ ജനിച്ച നക്ഷത്രങ്ങൾ എടുക്കാമെന്നാണ് എൻ്റെ അർത്ഥം. എടുക്കാമെന്ന് പറഞ്ഞാണെങ്കിലും അതൊരു ഒഴിവിട്ട് 1-ാം കൂറ് എടുക്കാൻ പറ്റില്ല. അത് പറയണ്ട. സാർ ഇവിടെ പറയുന്നു 1-ാം കൂറ് 4-ാം കൂറ് എടുക്കാവുന്നതാണെന്ന് പറയുന്നു. പക്ഷെ നമ്മളിൽ ചെറിയൊരു തിരുത്തുണ്ട്. 1-ാം കൂറ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എടുക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ചന്ദ്രൻ നിൽക്കുന്ന രാശിയല്ലേ. എന്റെയും എൻ്റെ ഭാര്യയുടെയും ചന്ദ്രൻ ഒരേ കൂറിലാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എല്ലാം ഒരുമിച്ച് വരും. പണ്ടത്തെ കാലം എടുക്കുമായിരുന്നു, ഇന്നത്തെ കാലത്ത് തീരെ എടുക്കില്ല. ഇന്നത്തെ കാലത്ത് അത് എടുക്കാറില്ല. അപ്പൊ 1-ാം കൂറിന് വേണമെങ്കിൽ നിങ്ങൾ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ ഇട്ടോ. ഓക്കെ, ഒരേ രാശിയിലുള്ളവരെ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ ഇട്ടോ, അത് എടുക്കണ്ട. 4-ാം കൂറ് എടുക്കാവുന്നതാണെന്ന് പറയുന്നു അല്ലേ സാറേ? എല്ലാവരും മിക്കവരും 4-ാം കൂറായിരിക്കും. ആണോ? ഒരു കുഴപ്പമില്ല, 4-ാം കൂറ് എടുക്കാം കേട്ടോ. 4 സുഖസ്ഥാനം കൂടിയാണല്ലേ. സ്ത്രീ ജനിച്ച രാശിയിൽ നിന്നും 6-ാമത്തെയോ 8-ാമത്തെയോ രാശിയിൽ ജനിച്ച പുരുഷൻ വർജ്യനാണ്. അതായത് സ്ത്രീ ജനിച്ച രാശി ഇവിടെ എവിടെയാ? ഇതല്ലേ? ആ, അപ്പൊ 6-ാമത്തെ രാശി എന്ന് പറഞ്ഞ ഏതാ? ഇതല്ലേ? 8-ാമത്തെ രാശിയോ? ഇതല്ലേ? വായിക്കാറില്ല സാറേ, വായിച്ചോ. സ്ത്രീ ജനിച്ച രാശിയുടെ 6, 8 ഉള്ള പുരുഷനെ വർഗീയമാണ്. സ്ത്രീ ജനിച്ചത് ഇതാണ് സ്ത്രീയുടെ. ഓക്കെ, ഇതിന്റെ 6 എന്ന് പറഞ്ഞ ഇതല്ലേ? 8 എന്ന് പറഞ്ഞ ഇത്. അപ്പൊ സ്ത്രീ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് അതെ, ഇതേതാ രാശി? കന്യല്ലേ? ഉത്രം, അത്തം, ചിത്തിര പകുതി. ഇതൊക്കെ സാർ ഉത്രം, അത്തം, ചിത്തിര പകുതി. തരാം. ഇവിടെ ആരൊക്കെയുണ്ട്? സാറേ അവിടെ വിശാഖം കാലല്ലേ? വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. സ്ത്രീയുടെ 6-ലോ 6-ാം രാശി 8-ാം രാശി ഇതില് നിൽക്കുന്ന പുരുഷനെ എടുക്കരുതെന്നാണ്. പക്ഷേ 8 എടുക്കാം, 6 എടുക്കാൻ പാടില്ല. 8-ന് വിട്ടുവീഴ്ചയുണ്ട്, 6-ന് വിട്ടുവീഴ്ചയില്ല. 6 എന്താ വെച്ചാൽ ഷഷ്ടാഷ്ടമ ദോഷം പറയും. സ്ത്രീയുടെ രാശിയിൽ നിന്ന് 6-ാമത്തെ രാശി പുരുഷനും പുരുഷന്റെ രാശിയിൽ നിന്ന് 8-ാമത്തെ രാശി സ്ത്രീ. അതിന് പറഞ്ഞാൽ ഷഷ്ടാഷ്ടമ ദോഷം. ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് വരും. തമ്മിലടിയായിരിക്കും. ഷഷ്ടാഷ്ടമ ദോഷം. 8-ന് എടുക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കാമെന്ന് പറയാൻ കാരണം അറിയാം? 2 രാശിയുടെയും അധിപൻ ഒരാളാണ്. 8 സ്ത്രീയുടെ 8-ന്ന് 6 പോയാലും കുഴപ്പമില്ല. സ്ത്രീയുടെ 6 8 കൂടി എടുക്കാം. ബേസ് സ്ത്രീയാണല്ലോ. ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അത് ചൊവ്വയ്ക്കും ശുക്രനും മാത്രം വരുന്ന ഒരു സംഭവം അല്ലേ സാറേ? ഷഷ്ടാഷ്ടമം ചൊവ്വയ്ക്കും ശുക്രനും മാത്രമേ അങ്ങനെ എടുക്കാൻ സാഹചര്യം വരുള്ളൂ. വേറെ വരില്ല, ചൊവ്വയ്ക്കും ശുക്രനും മാത്രമേ വരൂ. പിന്നെ 8 6 എടുക്കാം. സ്ത്രീയുടെ 8-ന്ന് പുരുഷന്റെ 6 എടുക്കാം. കാരണം സ്ത്രീയാണ് ബേസ് എന്ന് പറഞ്ഞില്ലേ. സ്ത്രീയുടെ 6-ന്ന് പുരുഷൻ 8 ആവരുതെന്നാണ് പറഞ്ഞത്. സ്ത്രീയുടെ 8-ന്ന് പുരുഷൻ 6 ആവാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആവണമെന്നില്ല. അഷ്ടമശഷ്ടം എന്നാണ് പറഞ്ഞത്. അഷ്ടമശഷ്ടം അങ്ങനെ എടുക്കാം. അഷ്ടമശഷ്ടം ഇവിടുന്ന് എടുത്ത ആള് ഇവിടെ 6-ലേ വരുള്ളൂ. ഇത് സ്ത്രീയാണെങ്കിൽ ഇത് സ്ത്രീ, അപ്പൊ ഇത് 6 വരുള്ളൂ. ഇവിടെ ഇത്
അഷ്ടമം എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീയാണെന്ന് വിചാരിക്കാം. സ്ത്രീയുടെ 8 എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ 8-ലാണ് പുരുഷനെങ്കിലും എടുക്കാം. 6-ലാണ് എടുക്കാൻ പാടില്ല. ഓക്കെ. സ്ത്രീയാണല്ലോ ബേസ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് 8 വേണമെങ്കിലാവുന്നത്. എടുക്കാൻ നിർബന്ധമില്ല. ആവാം. പക്ഷേ സ്ത്രീയുടെ 6 ഒരിക്കലും പാടില്ല. 6 പുരുഷൻ പാടില്ല. അതൊന്ന് എഴുതി വെച്ചോട്ടോ. ആർക്കെങ്കിലും പിടി സ്ത്രീയുടെ 6ാമത്തെ ആര് അത് വലിയ കുഴപ്പമില്ലല്ലോ. ആ കുംഭക്കന്നി. ഇത് കുംഭമല്ല. കുംഭമല്ല സ്ത്രീയാ. വൈഫ് മറ്റേ കന്നി. 8 വാറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കില്ല. 8 വന്നു കഴിഞ്ഞാൽ അടുത്തത് 6 തന്നെയല്ലേ വരുള്ളൂ. അങ്ങനെ ഒരു 6 തൊട്ടും അങ്ങനെ വരുള്ളൂ. അല്ല, സ്ത്രീയുടെ ബേസിൽ നിന്ന് 8ാമത്തെ പുരുഷൻ എടുക്കാന്നാണ് പറഞ്ഞത്. 6ാമത്തെ പുരുഷൻ പാടില്ല എന്നാണ്. ചില ബേസ് സ്ത്രീയാണ്. സ്ത്രീയുടെ 8ാമത്തെ പുരുഷനെ എടുക്കാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെ സ്ത്രീയുടെ 6 ആണെങ്കിൽ പറ്റില്ല. മാറ്റി മനസ്സിലായില്ല തോന്നുന്നല്ലേ? അതുകൂടെ എടുക്കാം. മനസ്സിലായില്ല, ഒന്നുകൂടി എടുക്കാം. സ്ത്രീയുടെ 6 എടുക്കാം, പുരുഷൻ്റെ വേറെ ആഴ്ച വരച്ചു. ഇത് ഇവിടെ വരച്ചോട്ടെ. അവിടെ കൂറെടുത്തു ചന്ദ്രൻ. ചന്ദ്രനാണ് ഇവിടെ. സ്ത്രീ. ഇവിടെ സ്ത്രീയാണേ. സ്ത്രീ ജാതകം. അല്ല, കുംഭം എടുത്തു. ഇപ്പോൾ സാറിൻ്റെ വെച്ചു കുംഭം. ഇവിടെ ചന്ദ്രൻ. അവിടെ ചന്ദ്രൻ. സ്ത്രീ ജാതകം. സ്ത്രീയാണ്. ഇവിടെ പുരുഷ ജാതകം ഇരിക്കും. ഇവിടെ പുരുഷൻ. ഇത് ചന്ദ്രൻ അല്ലേ? ഇത് സ്ത്രീയുടെ 6. ഇത് ഇവിടെ ആയിക്കും. ഇത് 6 കേട്ടോ. ഇതാണ് സ്ത്രീയുടെ 6. ഇത് സ്ത്രീയുടെ 8 അല്ലേ? ഇപ്പം സ്ത്രീയുടെ 6 എടുക്കാൻ പാടില്ല. സ്ത്രീയുടെ 8 എടുക്കാം. സ്ത്രീയുടെ 6 എടുക്കാൻ പാടില്ല. സ്ത്രീയുടെ അത് ഷഷ്ടം. ഇത് അഷ്ടമം. ഇത് അഷ്ടമം. ഷഷ്ടാഷ്ടമം. ഇത് ഇവിടുന്ന് സ്ത്രീയുടെ ഇവിടുന്ന് കണ്ടുന്ന സമയത്ത് അഷ്ടമം വരും അല്ലേ? പുരുഷന്റെ സ്ത്രീയിലേക്ക് കണ്ടുമ്പോൾ ഇവിടുന്ന് അല്ല, ഇത് ഇവിടുന്ന് 1 2 3 4 5 6 7 8 അത് എടുക്കാൻ പാടില്ല. എടുക്കാൻ പാടില്ല. അഷ്ടമം പാടില്ല. അഷ്ടമ ഷഷ്ടം ആവാന്നും പറഞ്ഞു. ഇത് അഷ്ടമ ഷഷ്ടം. ഇവിടുന്ന് പുരുഷന്റെ ഇവിടുന്ന് എണ്ണിയാൽ 1 2 3 4 5 6 എടുക്കാം. ഇപ്പം മനസ്സിലായില്ല സാറ്? മനസ്സിലായോ? അഷ്ടമ ഷഷ്ടം പാടില്ല. ഷഷ്ടാഷ്ടം. സാറ് പറഞ്ഞത് സ്ത്രീയുടെ 6ഉം 8ഉം കൂറുകൾ എടുക്കാൻ പാടില്ല. പക്ഷേ സ്ത്രീയുടെ 8ാമത്തെ കൂറ് വേണമെങ്കിൽ എടുക്കാം. 6ാമത്തെ കൂറ് ഒരു കാരണവശാലും എടുക്കരുത്. സ്ത്രീയാണ് ബേസ്. ഏത് കാര്യത്തിലും സ്ത്രീയാണ് ബേസ്. ഇത് ഒരു കാരണവശാലും എടുക്കരുത് അല്ലേ? ഇത് ഉണ്ടെങ്കിൽ ആവാം. ഇത് വേണമെങ്കിൽ ആകാം. വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. 6 അപ്പോൾ എടുക്കാൻ പാടില്ല അതല്ലേ? 6 എന്ന് പറഞ്ഞാൽ ഈ വാക്കല്ലേ, കളവ്, വാക്ക്, തർക്കം. അപ്പോൾ സ്ത്രീയുടെ 6ലാണ്, പുരുഷനാണെങ്കിൽ ഇവർ യോജിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. 8ലാണ് കുഴപ്പമില്ല, ഒരുവിധം പാടില്ല, പിന്നെ എടുക്കാം. സ്ത്രീയുടെ 6ഉള്ള ആരെങ്കിലും പുരുഷന്മാരുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? നല്ല സുഖമാണോ? പുള്ളി കല്യാണം കഴിച്ചിട്ടുള്ളത്? നല്ല യോജിപ്പാണോ? നല്ല യോജിപ്പാണോ? ഭാര്യ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് ലൈഫ്. അഡ്ജസ്റ്റ് ചെയ്തു. ഒരു കുറ്റക്കേട്. അല്ല, ഞാൻ ചെറിയ പ്രാക്ടിക്കലായിട്ട് എന്താ പറയാൻ പറ്റുന്നു, അതുകൊണ്ട് ചോദിച്ചാ. കുറ്റം പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജ്യോതിഷം പഠിച്ചാൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും ഇല്ലേ? ജ്യോതിഷം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ദോഷമുണ്ടെങ്കിൽ വി ക്യാൻ മാനേജ്. ഭാര്യയ്ക്ക് ഇത് അറിഞ്ഞൂടാ, നമുക്കറിയാമല്ലോ. അല്ലെ ഭർത്താവിനെ അറിഞ്ഞൂടാ, നമുക്കറിയാമല്ലോ. സോ വി ക്യാൻ മാനേജ്. ഭാര്യ ചീത്ത പറയുമ്പോ അവളുടെ 2 ചൊവ്വ, വെറുതെ അല്ല അവള്, വെറുതെ അല്ല അവള് 2 രാഹു പറഞ്ഞിട്ട് കാര്യമില്ല. അവളിങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നോക്കിയാലില്ല.
അല്ല ഈ ജ്യോതിഷം പഠിക്കുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി എങ്കിലും നന്നായി നമുക്ക് മാനേജ് ചെയ്യാം. ഏറ്റവും വലിയ ക്ഷമിക്കാൻ തുടങ്ങി. ഞാനും അങ്ങനെയായിരുന്നു. നമ്മളും അതേമാതിരിയാണ്. അല്ല, നമ്മളിത് പഠിക്കുന്നതിന് മുമ്പിൽ എന്നും പ്രശ്നങ്ങളാണ്. പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മനസ്സിലായി ഇത്രയൊക്കെ ഫാമിലി തന്നെ നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടും ഇത് പഠിച്ചാൽ. ജ്യോതിഷം പഠിക്കുമ്പോൾ ഏത് ഭാവമാണ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നോക്കണ്ട. 8 ഓക്കെ. 8ാം ഭാവം ജ്യോതിഷം പഠിക്കുന്നതോടുകൂടി സമാധാനപ്പെടും. 8 എന്ന് പറഞ്ഞാൽ 7ന്റെ 2ആയിട്ട് കരുതിയാൽ മതി. 7ന്റെ 2. അപ്പം മനസ്സിലായില്ലേ, സ്പൗസിൻ്റെ ഫാമിലി. അപ്പം നമ്മൾ ജ്യോതിഷം പഠിക്കുന്നതോടുകൂടി ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല, നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവരുടെ പ്രശ്നം മാറ്റിയാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും മിനിമം, ഇല്ലേ? എന്താ തരേ സഹനശക്തി കൂടും. നമ്മൾ ചൊവ്വയിൽ മാറി ശനിയായി മാറും. ആക്സെപ്റ്റൻസ് കൂടും. ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയണേ, ജ്യോതിയുടെ അർത്ഥം എന്താ? പ്രകാശം എന്നാണ് അർത്ഥം. ജ്യോതി, പ്രകാശം. അപ്പൊ ഇതിനെ പ്രകാശശാസ്ത്രം എന്നാണ് പറയണത്. ഈ പ്രകാശത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുള്ളതാണ്. നമ്മളൊരാൾ നമ്മുടെ അടുത്ത് ചീത്ത പറയുമ്പോൾ, ഭാര്യ ഭർത്താവ് ആരും ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള കാരണം ഉണ്ടാവും. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴാണോ ഈ പ്രകാശശാസ്ത്രം നമ്മൾ പഠിക്കുന്നത്, അപ്പം അവരുടെ ആ മനസ്സില്ലേ അതും കൂടി നമുക്ക് കാണാൻ പറ്റും. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ വ്യൂ ഇതാണ് എന്ന് പറഞ്ഞാൽ ആ വ്യൂ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി കൻ മാനേജ്. അപ്പോൾ ജ്യോതിഷം പഠിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ കുടുംബമൊക്കെ നന്നാവും മിനിമം. അടുത്ത ആഴ്ച എടുക്കാമല്ലോ. നന്നായ നാട് നന്നാവില്ലേ? അയൽക്കാർ നന്നാവും, വടി വഴക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നാട് നന്നായി, വീട് നന്നായി, എല്ലാം നന്നായി. സാർ അപ്പോൾ അടുത്ത ആഴ്ച എടുത്താൽ പോരെ? രാശിപ്പൊരുത്തം തൊട്ട് പൊരുത്തം അടുത്ത ആഴ്ച എടുക്കാമല്ലോ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. കുഴപ്പമില്ല, വീഡിയോ എടുക്കാം. വേണമെങ്കിൽ എൻ്റെ അടുത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കാര്യം പൊരുത്തം ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആയത് കാരണം.